നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. പ്രഖ്യാപിച്ച് 9-ാം നാൾ SNDP NSS ഐക്യം പൊളിയാൻ കാരണം പത്മയെ ചൊല്ലിയുള്ള കുശുമ്പാണോ? ജി സുകുമാരൻ നായർ ന്യായീകരണമായി പുറമേക്ക് പറഞ്ഞതൊന്നുമല്ല യഥാർത്ഥ കാരണമെന്ന് വ്യക്തമാണ്. അകശാലകളിൽ കേൾക്കുന്നത് ഐക്യം പൊളിച്ചത് പത്മ അവാർഡാണെന്നാണ്. SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ഇന്നലെയാണ് പത്മഭൂഷൺ ബഹുമതി പ്രഖ്യാപിച്ചത്. 24 മണിക്കൂർ തികയും മുമ്പ് SNDP NSS ഐക്യം വേണ്ടെന്ന് NSS ഡയറക്ടർ ബോർഡ് പ്രഖ്യാപിക്കുന്നു. മന്നത്ത് പത്മനാഭന് നൽകിയ അതേ പത്മഭൂഷൺ ഇപ്പോൾ വെള്ളാപ്പള്ളിക്കും. ഇതല്ലാതെ ഐക്യം പ്രഖ്യാപിച്ച കഴിഞ്ഞ 9 ദിവസങ്ങൾക്കിടയിൽ ഇരു സംഘടനയിലും മറ്റൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഐക്യം അവസാനിപ്പിക്കാൻ പ്രധാനമായും 2 കാരണങ്ങളാണ് സുകുമാരൻ നായർ പറഞ്ഞത്. ഐക്യത്തിനു പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് മനസ്സിലായി. ചർച്ചയ്ക്കായി നിയോഗിച്ചത് BDJS നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയാണ്. ഇതിൽ വെള്ളാപ്പള്ളിയുടെ 2 വള്ളത്തിൽ ചവിട്ടിയുള്ള രാഷ്ട്രീയ കളി കഴിഞ്ഞ 9 ദിവസത്തിനിടയിൽ ഉണ്ടായ ഒന്നല്ല. വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ തിരിച്ചറിയാൻ ശേഷിയില്ലാത്ത ആളുമല്ല സുകുമാരൻ നായർ. ഇനി ചർച്ചയ്ക്ക് തുഷാറിനെ വിട്ടതാണ് പ്രശ്നമെങ്കിൽ പകരം മറ്റൊരാളെ വിടാൻ പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് രണ്ടുമല്ലെന്ന് വ്യക്തമാണ്. 9 ദിവസം മുമ്പ് ഇതേ സുകുമാരൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: NSS SNDP ഐക്യം കാലത്തിൻ്റെ ആവശ്യമാണ്. ഐക്യമെന്നത് ഉറപ്പാണ്. ഐക്യത്തിനെതിരായ ആക്ഷേപങ്ങളെ പുച്ഛത്തോടെ തള്ളുന്നു. ഇപ്പോൾ ഈ പുച്ഛം മാറാൻ കാരണം പത്മയെ ചൊല്ലിയുള്ള കുശുമ്പാണോ? എന്തായാലും രാഷ്ട്രീയ സമ്മർദ്ദ ശക്തിയാകാനുള്ള സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളി നടേശൻ്റെയും നീക്കം ഒരിക്കൽ കൂടി പൊളിഞ്ഞിരിക്കുന്നു. SNDP NSS ഐക്യം പൊളിയാൻ കാരണമെന്ത്? ഐക്യം പൊളിച്ചതാര്? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്നും. ശ്രീ മഹി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ 9 ദിവസം മുമ്പുണ്ടായ ഒരു ഐക്യ പ്രഖ്യാപനം അതിപ്പോൾ 9 ദിവസത്തിനുള്ളിൽ പൊളിയുന്നു. ഇതിനിടയിൽ ഈ പത്മ അവാർഡ് പ്രഖ്യാപനമല്ലാതെ മറ്റൊന്നും ഇരു സംഘടനകൾക്കും ഇടയിൽ ഉണ്ടായതായി നമുക്കറിയില്ല. നമസ്കാരം സാറേ. ഈ രണ്ട് സുകുമാരൻ വള്ളി രണ്ടും കേരളത്തിലെ ക്ഷാമമാണ്, തീരാസാവളി. രണ്ടിനെയും ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ഇവന്മാര് പണം ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കുക, അല്ല അവർക്ക് ഈ നായന്മാർ കൂടെ ക്ഷേമമില്ല. ഒരു NSSന്റെ കോളേജ് പോണെങ്കിൽ കോടിക്കണക്കിന് പൈസ കൊടുക്കണം. SNDP കോളേജിൽ പോണെങ്കിൽ കോടിക്കണക്കിന് പൈസ കൊടുക്കണം. ഇവർ ഫ്രീ ആയിട്ട് കൊടുക്കുമായിരിക്കും. പാവ കൊടുക്കുമോ? ഒരുത്തരും കൊടുക്കില്ല. ഒരു കല്യാണം നടത്തുകയാണെങ്കിൽ അവിടെ നമ്മൾ പൈസ കെട്ടി വയ്ക്കണം. കല്യാണം കെട്ടിയാൽ പൈസ കെട്ടി വയ്ക്കണം. ഇത്രേ ഉള്ളൂ. ശരി. ശ്രീ മുനീറാണ് പാലക്കാട് നിന്ന്. ശ്രീ മുനീർ, കേരളത്തിൽ SNDP NSS ഐക്യം 2 നേതാക്കൾ ചേർന്ന് വെള്ളാപ്പള്ളി നടേശനും അതോടൊപ്പം തന്നെ ജി സുകുമാരൻ നായരും ചേർന്ന് പ്രഖ്യാപിച്ചു. 9-ാം നാൾ അത് വേണ്ടെന്ന് NSS ഡയറക്ടർ ബോർഡും തീരുമാനിക്കുന്നു. എന്താവും കാരണം? നമസ്കാരമുണ്ട്. ഇന്നത്തെ ചർച്ച നമ്മുടെ രാമകൃഷ്ണന്റെ ആവുന്ന വിചാരിച്ചത്. എന്തായാലും ഇതും ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അല്ല, മറ്റേ ഫണ്ട് തട്ടിപ്പ്, അതാണ് ചർച്ച. ഫണ്ട് തട്ടിപ്പുണ്ടല്ലോ, മറ്റേ കുഞ്ഞികൃഷ്ണന്റെ. അല്ല, അപ്പൊ അതായിരുന്നു ചർച്ചയാവുന്ന വിചാരിച്ചത്. അപ്പോഴാണ് ഇതാണ് ചർച്ച എന്ന് പറഞ്ഞത്. എന്തായാലും സുകുമാരൻ നായരെ സംബന്ധിച്ചിടത്തോളം വെള്ളപ്പള്ളിയെ പോലെയല്ല. അദ്ദേഹം ഈ ഒരു വോട്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു അവസരത്തിന് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹം വളരെ കറക്റ്റായിട്ട് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്കാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം വെള്ളപ്പള്ളിയുടെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഈ സുകുമാരൻ നായരും കൂടി NSSും കൂടി ഒരു ഐക്യം ഉണ്ടാവണം എന്നുള്ളത്. വെള്ളപ്പള്ളിയുടെ മാത്രം കാഴ്ചപ്പാടായിരുന്നു. പക്ഷേ സുകുമാരൻ നായർക്ക് ആ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിപ്പെടാൻ ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം. ശരി, ഓക്കെ. ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീനിവാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ SNDP NSS ഐക്യം അത് പൊളിയാൻ കാരണം എന്താവും? ഇതിലുപരി ഏറ്റവും പിണറായി വിജയന്റെ സംവിധാനത്തിൽപ്പെട്ടതാണ് ഇതൊക്കെ. വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും UDFനെ പിടിച്ചു കെട്ടാൻ വേണ്ടി ഐക്യത്തിന് കൂടി ഉണ്ടാക്കിയ ഇടപാടുകൾ മുഴുവൻ തുഷാറിനെ BJPക്കാരനും വെള്ളാപ്പള്ളിയെ മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് രൂപീകരിച്ച് UDFനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയുള്ള ഐക്യം തന്നെ വെച്ചുകെട്ടിട്ട് അത് സുകുമാരൻ നായർ പകുതി പ്രകടിപ്പിച്ചു. പക്ഷെ ഡയറക്ട് ബോർഡിലുള്ള ആൾക്കാർ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് മനസ്സിലായി അവരെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ കോട്ടയിൽ കൊണ്ട് കെട്ടാനാണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവരിത് തിരിച്ചറിഞ്ഞ് ഇരുന്നത്.
സുകുമാരൻ നായർക്ക് ഇത് തന്നെ എടുക്കാൻ പറ്റൂല. അത് എടുത്തു കഴിഞ്ഞാൽ അയാൾ പുറത്തായിരിക്കും, പിൻ സീറ്റിൽ പോയിരിക്കേണ്ടി വരും. UDFന്റെ കൂടെ നിന്നാൽ ഇലക്ഷനിൽ നിന്നാലും അവർക്ക് നേട്ടമുണ്ടാവുള്ളൂ. ഇന്ന് വരെ ചരിത്രം പരിശോധിച്ചാൽ UDFന്റെ കൂടെ നിന്നാൽ NSS മുന്നോട്ട് പോയിട്ടുള്ളൂ. അവരുടെ കൂടെ പോയാൽ തുഷാറിന്റെ കൂടെയൊക്കെ പോയാൽ എന്തിന് 10 വോട്ട് കിട്ടിയ ജയിക്കാത്ത തുഷാറിനൊക്കെ എന്ത് സന്തോഷാണോ? വെള്ളരിക്കുണ്ടിൽ നിന്നാണ് ശ്രീ സന്തോഷ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ 9 ദിവസത്തിനിടയിൽ ഈ രണ്ട് സംഘടനകൾക്ക് ഇടയിലുണ്ടായ ഏക സംഭവം വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ അവാർഡ് ലഭിച്ചു എന്നുള്ളതാണ്, പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അതല്ലാതെ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവുമോ ഇപ്പോൾ ഈ സഖ്യം പൊളിയാൻ? സാർ നമസ്കാരം. ഇത് മിനിഞ്ഞാന്ന് വരെ NSSും SNDPയും ഒറ്റക്കെട്ടായി നടന്നു. ഇന്നലെ രാത്രി പത്മഭൂഷൺ വെള്ളാപ്പള്ളിക്ക് പ്രഖ്യാപിച്ചു. ഇന്ന് അവര് രണ്ടുപേരും മാറി. അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പത്മഭൂഷൺ നൽകിയതിന്റെ പ്രശ്നവുമുണ്ട്. പിന്നെ തുഷാർ BDJS ആവുമ്പം അത് BJPയുമായിട്ടുള്ള ബന്ധമാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിലായിരിക്കാം NSS ഈ മാറാൻ തുഷാറും കാരണം. BDJS ബന്ധമൊക്കെ ഇന്നുണ്ടായതൊന്നും അല്ലല്ലോ, അതൊക്കെ നേരത്തെ ഉള്ളതല്ലേ. തുഷാർ NDAയുടെ ഭാഗമായി നിൽക്കുന്ന ആളും BDJS നേതാവാണെന്ന് അതൊക്കെ ഈ 9 ദിവസം കൊണ്ട് അറിയുന്ന കാര്യമല്ലല്ലോ സുകുമാരൻ നായർ. അദ്ദേഹത്തിന് അതൊക്കെ നേരത്തെ അറിയാവുന്ന കാര്യമല്ലേ? അതെ, ഈ പത്മഭൂഷൺ നൽകിയതില് ഈ NSSന് എന്തോ പൊതുക്കറിവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ് ഈ കാര്യത്തിൽ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ശരി, സന്തോഷമാണ് പ്രതികരിച്ചത്. മറ്റൊരു പ്രശ്നത്തിലേക്ക് കൊണ്ട് പോകണം. ശ്രീമതി ജയ ആണ് കൊല്ലത്തുനിന്ന്. ശ്രീമതി ജയ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ NSS SNDP ഐക്യം? എനിക്ക് തോന്നുന്നു താങ്കൾക്ക് ചിലപ്പോൾ ഒരു സന്തോഷം കൂടി കാണും. VD സതീശനെ തെറിവിളിച്ചുകൊണ്ടാണ്, പ്രതിപക്ഷ നേതാവിനെ തെറിവിളിച്ചുകൊണ്ടാണ് രണ്ടുപേരും ഈ ഒരു ഐക്യമൊക്കെ പ്രഖ്യാപിച്ചത്. അതിപ്പോൾ പൊളിഞ്ഞിരിക്കുന്നു. എന്താവും, ഈ പത്മയാണോ കാരണം? നമസ്കാരം കിരണേ. നമസ്കാരമുണ്ട്. ശരിയാ കിരൺ പറഞ്ഞത് കേട്ടാ, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഉച്ചയ്ക്ക് ന്യൂസ് കേട്ട ഉടനെ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഈ SNDPയുടെ അങ്ങേര് ഒരു പാർട്ടി തുടങ്ങിയല്ലോ, VDJS. അത് മകന് കൊടുത്തിട്ട് പുള്ളി ഇങ്ങനെ CPMനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. ഇതൊക്കെ ആർക്കാ മനസ്സിലാകാത്ത? സുകുമാരൻ നായർക്ക് മാത്രമേ ഉള്ളൂ അത് മനസ്സിലാവാഞ്ഞത്. അല്ലെങ്കിൽ അങ്ങേര് അന്ന് അവിടെ രണ്ടുപേരും ഐക്യം കൂടുക എന്ന് പറഞ്ഞപ്പോ ഇതൊന്നും അതിനകത്ത് വന്നില്ലല്ലോ. ഇപ്പൊ എന്തിനാ അത് പറയുന്നത്? ഇത് കുശുമ്പ് തന്നെയാ. അതാ വെള്ളാപ്പള്ളിക്ക് ഇപ്പം പത്മഭൂഷൺ കിട്ടിയതിന്റെ കുശുമ്പ് തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ സമുദായ നേതാക്കൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇടപെടാൻ പാടില്ല. രാഷ്ട്രീയക്കാർ ഒരു സമുദായ അംഗങ്ങളുടെ കാര്യത്തിനും ഇടപെടാനും പാടില്ല. അതൊക്കെ കൊണ്ടാണ് ഈ കുഴപ്പങ്ങൾ വന്നത്. VD സതീശനെ ഈ രണ്ടുപേരും കൂടെ ചേർന്ന് എന്തൊക്കെ പറഞ്ഞ്, അപ്പൊ അതിനൊക്കെ ഫലം ഇപ്പം കണ്ടല്ലോ കിരണേ. ശരി, ശ്രീമതി ജയാണ് പ്രതികരിച്ചത്. മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ NSSും SNDPയും തമ്മിലൊരു ഐക്യമുണ്ടാക്കി തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു സമ്മർദ്ദ ശക്തിയാവാൻ വേണ്ടി നിന്നതാണ്. 9 ദിവസം കൊണ്ട് തന്നെ ഈ ഐക്യം ഇപ്പോൾ വേണ്ട എന്ന് NSS തീരുമാനിക്കുന്നു. എന്താവും കാരണം? ഹാപ്പി റിപ്പബ്ലിക് ഡേ സാറേ. കേട്ടില്ല. റിപ്പബ്ലിക് ഡേ ഞാൻ ആശംസ പറയുന്നു സാറേ. ഹലോ. ശരി, ഓക്കെ, പറഞ്ഞോളൂ. സാറേ, കാളപെറ്റെന്ന് കേട്ട് കയറെടുത്ത് ഓടിയതുപോലെയാണ് SNDPയിലേക്ക് ചേക്കേറിയ NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് പറ്റിയ അമളി. പല പ്രാവശ്യവും വിയോജിച്ച് ശത്രുതയും തമ്മിൽ നടത്തി പിരിഞ്ഞിട്ടും ഒരിക്കലും യോജിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടും കേവലം 9 നാളുകൊണ്ട് 9 നാളുകൊണ്ടാണ് വിയോജിച്ചിട്ട് SNDPയിൽ നിന്നും പെട്ടെന്ന് NSS മാറിയത്. പരസ്പരം യോജിക്കാത്തവർ മാരീഡ് ആയപ്പോൾ ഡൈവേഴ്സ്ഡ് ആയ പോയാണ് സാറേ. NDAയിൽ ചായ്പുള്ള തുഷാർ വെള്ളാപ്പള്ളിയെ ഇന്ന് മനസ്സിലാക്കിയത് അച്ഛൻ വെള്ളാപ്പള്ളിക്ക് താമ്രപത്രം നൽകുന്ന പത്മശ്രീ ലഭിച്ചതും NSSനെ ചൊടിപ്പിച്ചിട്ടുണ്ടാവും. NSSൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാകും, അവരും വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടാവും സാറേ. ശരി, ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീനിവാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു?
SNDPയെ നിയന്ത്രിക്കുന്ന അതിൻ്റെ സർവാധികാരിക്കാരനെന്ന് പറയാവുന്ന വെള്ളാപ്പള്ളി നടേശനും NSSനെ നിയന്ത്രിക്കുന്ന അതിൻ്റെയും സർവാധികാരിക്കാരനെന്ന് പറയാവുന്ന G. സുകുമാരൻ നായർ, അവർ രണ്ടുപേരും തീരുമാനിച്ചാൽ ആ സംഘടനയിൽ അങ്ങനെ ഒരു എതിർ ശബ്ദമൊന്നും ഉണ്ടാവാനുള്ള ചാൻസ് അവർ കൊടുത്തിട്ടില്ല. അങ്ങനെ അത്രമേൽ അധികാരമുള്ളവരാണ്. പക്ഷേ രണ്ടുപേരും കൂടി തീരുമാനിച്ച് പ്രഖ്യാപിച്ച് പരസ്യമായിട്ടൊക്കെ പ്രഖ്യാപിച്ചതാണ് ഐക്യം അനിവാര്യമാണ്, ഐക്യത്തിനെതിരായ നീക്കങ്ങളെ പുച്ഛത്തോടെ തള്ളുന്നു എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ ഐക്യം വേണ്ട എന്ന് പറയുന്നു. എന്താവും കാരണം? വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല, ഒരു ആവശ്യമില്ല. ഇതൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്ത് ആവശ്യമുണ്ട്? രാവിലെ മുതൽ വൈകുന്നേരം വരെ തെറി വിളിക്കില്ലേ? നമ്മുടെ വിഷയം അതല്ല ശ്രീനിവാസൻ. നമ്മുടെ വിഷയം വെള്ളാപ്പള്ളിക്ക് കൊടുത്തത് ശരിയാണോ ശരിയല്ലോ എന്നുള്ളതല്ല. SNDP NSS ഐക്യം അതൊന്നും വേണ്ട എന്ന് വെക്കാനുള്ള കാരണം ഈ പത്മഭൂഷൺ വെള്ളാപ്പള്ളിക്ക് പ്രഖ്യാപിച്ചതാണോ? അതാണോ വിഷയം? ഇതിപ്പോ സത്യം അവര് ഒരിക്കലും യോജിക്കാത്ത രണ്ട് പാർട്ടിക്കാരാ. ഇതൊക്കെ 10-15 കൊല്ലം മുപ്പാട് ഇവര് ഐക്യം ഉണ്ടാക്കിയതാ, അതും പൊളിഞ്ഞു പോയി. ഇപ്പൊ ഈ ഇലക്ഷൻ സമയത്ത് ഇടതുപക്ഷത്തിനെ സഹായിക്കാൻ വേണ്ടിയാണ് വെള്ളാപ്പള്ളി ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാണ്ട് മകനെ ഇതിലൊക്കെ കൊണ്ടുവന്നിട്ട് വേറെ പാർട്ടിയിൽ വന്നിട്ടും ഇതിലെ ഇടതുപക്ഷത്തിനെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു ഐക്യം കൂടിയാണ് വന്നത്. അത് സുകുമാരൻ നായരുടെ പാർട്ടിയിലുള്ള ആൾക്കാര് ഡയറക്ട് പോലെ അത് മണത്തറിഞ്ഞ് അവര് അത് രക്ഷപ്പെടുത്തി പറയാം, NSSനെ രക്ഷപ്പെടുത്തി എന്ന് പറയാം. അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാണ്ടാണ്. NSS സമുദായ പാർട്ടി ആണെങ്കിലും അതിനെ അവര് ഇല്ലാണ്ടാക്കാൻ നോക്കിയിരിക്കുന്നു. അച്ഛനും മോനും കൂടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ കൂട്ടി അത് ഇല്ലാണ്ടാക്കുക. അതുകൊണ്ട് അവര് ഡയറക്ട് ബോർഡ് നല്ല രീതിയിൽ ആലോചിച്ച് ചെയ്ത് ഉത്തമ തീരുമാനം എടുത്തതിന് അവർക്ക് ഞാൻ കൺഗ്രാജുലേഷൻ കൊടുക്കുന്നു. താങ്കൾ പറയുന്നത് സുകുമാരൻ നായർക്ക് ആ ബുദ്ധി പോയില്ല എന്നാണോ? അത് ബുദ്ധിയില്ല, അതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഫണ്ടില് സുകുമാരൻ നായർ ചെയ്തതാണ്. VD സതീശനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കേസാണ്. പക്ഷെ അത് ഒതുങ്ങിയില്ല. ഡയറക്ട് ബോർഡിൽ ഭാഗം VD സതീശന് അനുകൂലമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നോക്കിയോളൂ സാറേ, കോൺഗ്രസ് ആയിട്ട് ഈ ഇലക്ഷനിൽ അലൗൻസ് ഉണ്ടാവും, സുകുമാരൻ നായർ ഉണ്ടാവും, വെള്ളാപ്പള്ളിയൊക്കെ നോക്കിയിരുന്ന് കാണാം. അത്ര എനിക്ക് പറയാനുള്ളൂ സാർ. ഈ NSS ഡയറക്ട് ബോർഡിലുള്ള ആളുകളൊക്കെ G. സുകുമാരൻ നായരെ വിമർശിക്കാനും തിരുത്താനും വേണ്ടിയൊക്കെ ശേഷിയുള്ള അല്ലെങ്കിൽ ആ തരത്തിലൊക്കെ അഭിപ്രായം പറയുന്ന ആളുകളാണോ? ആളുകളുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ തീരുമാനം വന്നത് സാറ്. അതുകൊണ്ടല്ലേ വേറൊരു തീരുമാനം വന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഒരു ജനറൽ സെക്രട്ടറി ആ ഡയറക്ടർ ബോർഡിൽ ആലോചിക്കാതെ പറയുമായിരുന്നു. അദ്ദേഹം നേരത്തെ പറഞ്ഞത് ഇത് തീരുമാനം പ്രഖ്യാപിക്കുകയല്ലായിരുന്നു, അദ്ദേഹം പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുകയല്ലായിരുന്നു. ഇത് ഐക്യത്തിനെതിരെ ആരെങ്കിലും നീങ്ങിയാൽ അതിനെ പുച്ഛത്തോടെ തള്ളുമെന്നൊക്കെ അല്ലേ പറഞ്ഞത്? അതെ, സുകുമാരൻ നായർ അന്ന് പറഞ്ഞല്ലോ ഇത് ഞങ്ങൾ ഐക്യത്തിന് പോവാന്ന് പറഞ്ഞിട്ട്. ഇന്നലെ 2 ദിവസം മുമ്പാണ് ഡയറക്ടർ ബോർഡ് കൂടിയപ്പോ അതിൽ 99% അതില് എതിരായിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. നമുക്കറിയില്ല, നമ്മളുടെ അറിവിൽ പുറത്തേക്കുള്ള ഇതുവരെ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തായാലും NSS ഡയറക്ടർ ബോർഡിൽ സുകുമാരൻ നായർക്കെതിരെ അങ്ങനെ അതിശക്തമായി തിരുത്താൻ കഴിയുന്ന ആളുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഉണ്ടല്ലോ, ഇല്ല. അതുകൊണ്ടാണ് ഇത് കൂറ്റിപ്പോയത്. ശ്രീ ഗോപകുമാറാണ് പാലക്കാട് നിന്ന്. ശ്രീ ഗോപകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ SNDP NSS ഐക്യത്തിൽ നിന്ന് സുകുമാരൻ നായർ ഇന്ന് പൊടുന്നനെ പിൻവാങ്ങാനുള്ള കാരണം ഇന്നലത്തെ ഈ പത്മ അവാർഡ് പ്രഖ്യാപനമാണോ? നമസ്കാരം. സുകുമാരൻ നായർ വിചാരിച്ചിരിക്കുന്നത് ഈ നായർ സമുദായം മുഴുവനും മൂപ്പര് പറഞ്ഞ ചൊൽപ്പിടിക്ക് നിൽക്കും. നായർ സമുദായത്തിന്റെ ഹെഡ് ഓഫ് ദി എന്താ പറയാ, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അങ്ങനെയാണ് മൂപ്പര് വിചാരിച്ചത്. പക്ഷെ അതൊന്നും അല്ലാണ്ട് ആവാനുള്ള ഒരു സാധ്യതയാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ താഴെക്കെട്ടുള്ള തലത്തിലുള്ള ആൾക്കാരൊക്കെ മൂപ്പരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഈ ഒരു കൂട്ട് ദാസനും വിജയനും, അതായത് പഴയ മോഹൻലാല് ശ്രീനിവാസിന്റെ ഒരു സിനിമ ഉണ്ട് നാടോടിക്കായിട്ട്, എന്താ ദാസൻ നമുക്ക് ഈ ബുദ്ധി ആദ്യം തോന്നാത്തതെന്നുള്ള അതേമാതിരി ഉള്ള ഒരു സീനാണ് ഇവർ രണ്ടാളും കൂടി കൂട്ടിക്കാട്ടി കെട്ടിപ്പിടിക്കലും ഭയങ്കരമായിട്ടുള്ള സന്തോഷവും. ഇത് നമുക്ക് എന്താ ആദ്യം തോന്നാത്ത വിജയാന്ന് ചോദിച്ച മാതിരി. അപ്പൊ അങ്ങനെ കണ്ടു നോക്കുമ്പോ ബാക്കിയുള്ള മറ്റേ NSSൽ തന്നെ ബാക്കി കുറച്ച് ആൾക്കാരുണ്ട് മൂപ്പരെ ചോദ്യം ചെയ്യാനുള്ള നിലയ്ക്ക് മൂപ്പരെ ഒന്ന് മിരട്ടി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരാഴ്ച ഗ്യാപ്പിൽ മൂപ്പര് ഇങ്ങനെ പെട്ടെന്ന് വാക്കുമാറ്റി പറയാൻ ഒരു സാധ്യതയും കാണുന്നില്ല. പിന്നെ ഒരു സാധ്യത ഉള്ളത് വെള്ളാപ്പള്ളിക്ക് ഇന്നലെ മറ്റേ കേന്ദ്രം കൊടുത്ത ആ ഒരു പത്മഭൂഷൺ അവാർഡ് ചിലപ്പോ മൂപ്പരെ ഒന്ന് പേടിച്ച് കാണും. വെള്ളാപ്പള്ളി BJPയുടെ കൂടെ അങ്ങോട്ട് പോവോ, BJPക്ക് വേണ്ടി എന്തെങ്കിലും സൗഹാർദ്ദം ചെയ്യോ? BJP ആയിട്ട് NSSന്റെ സുകുമാരൻ നായർക്ക് വലിയ അടുപ്പമില്ല.
അങ്ങനെ ആവാനാണ് എൻ്റെ ഒരു കണക്കിൽ ഞാൻ കാണുന്നത്. ഇതാണ് വല്ലാണ്ട് വേറൊന്നും കാണാനുള്ള വഴിയില്ല. നമുക്ക് രണ്ടു കൂട്ടർക്കും ചേർന്നിട്ട് ഒരു നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് നമുക്ക് ഒതുക്കാൻ കഴിയുന്ന രണ്ടു കൂട്ടരും കൂടി സംസാരിച്ച ഒരു ഭാഗം എനിക്ക് ഓർമ്മയിലുണ്ട്. നമ്മൾ രണ്ട് വാർഡും രണ്ട് ജാതി സമൂഹത്തിന്റെ രണ്ട് വലിയ ആൾക്കാരാണ്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലതൊക്കെ നമുക്ക് നടത്താൻ കഴിയും എന്ന് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അതെ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ ഇത് എനിക്ക് ഓർമ്മയുണ്ട്. ഇതപ്പം ഈ ഒരു 10 ദിവസത്തിന്റെ ഇടയിൽ പിന്നെ എങ്ങനെയാണ് പെട്ടെന്ന് ഞങ്ങൾ സമദൂരത്തിന്റെ അത് ഈ സമദൂരം ഈ സുകുമാരൻ നായർക്ക് ഓർമ്മ ഉണ്ടായതില്ല. ഞാൻ ഈ പേര് പറയുമ്പോൾ ഇത് വിളിക്കുമ്പോ എന്റെ പേര് ചോദിച്ചപ്പോ ഗോപകുമാരൻ നായർ തന്നെ പറഞ്ഞു. എന്റെ പേര് ഞാൻ നായരാണ്, നായർ സമുദായത്തിലുള്ള ആളാണ്, അതുകൊണ്ട് അങ്ങനെ പറയണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഗോപകുമാരൻ നായർ എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോപകുമാറിന് സാധാരണ വിളിക്കുന്ന പേരല്ല, അത് കാരണം കൊണ്ടാവും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ശരി, ഹലോ, കേൾക്കാൻ പറ്റില്ല? താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ജനാർദ്ദനാണ്, വയനാട് നിന്നാണ്. ശ്രീ ജനാർദ്ദനൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? രണ്ട് സംഘടനയിലും സർവ്വ നിയന്ത്രണമുള്ള രണ്ടുപേർ, അവർ പറഞ്ഞ ഏത് തീരുമാനവും നടപ്പാക്കാൻ ശേഷിയുള്ള രണ്ടുപേർ, വെള്ളാപ്പള്ളി നടേശനും ജി സുകുമാരൻ നായരും, ഇവർ രണ്ടുപേരുമാണ് ഐക്യം പ്രഖ്യാപിച്ചത്. ഈ ഐക്യം പ്രഖ്യാപിച്ച് 9 നാൾ ഐക്യം വേണ്ട എന്ന് പറയുന്നു. ഇതിനിടയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു സംഭവം വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ അവാർഡ് പ്രഖ്യാപിച്ചു എന്നുള്ളത് മാത്രമാണ്. അതാവുമോ കാരണം? അതല്ല ഇതിന്റെ കാരണം, അതല്ല. ഇത് രണ്ടും ഐക്യം വരുന്നത് നല്ല കാര്യമാണ്. ഇതിന്റെ പിന്നിൽ ഈ ഐക്യം പൊളിച്ചതിന്റെ കാരണം കോൺഗ്രസ്സാ. ഇത് ഐക്യം പൊളിക്കാൻ കാരണം കോൺഗ്രസിനെ അത് തിരിച്ചടിയാവാൻ പോകുന്നത്. അതാണ് കോൺഗ്രസിന് ഇത് പറ്റുന്നത്. ജനാർദ്ദനെ, ഈ ഐക്യം വരുന്നത് നല്ലതാണെന്ന് പറഞ്ഞാൽ എന്താ, ആർക്ക് എന്ത് നല്ലതാണെന്ന്? ഇതിന്റെ സാറെ ഇത് പിന്നെ കൊടിക്കുന്ന സുരേഷ് കഴിഞ്ഞ ഇപ്പൊ തന്നെ പോയിട്ടല്ലോ ഐക്യം വരിക എന്ന് പറഞ്ഞപ്പോ അത് ഉടക്കാൻ വേണ്ടിയിട്ട്. ഇത് കൊടിക്കുന്ന സുരേഷും കോൺഗ്രസ് ആണ് ഇത് പിടിച്ചത്. കോൺഗ്രസിന് ഇത് തിരിച്ചടിയാവുന്ന കോൺഗ്രസിന് അറിയാം. അതുകൊണ്ട് കോൺഗ്രസ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് ഈ ഐക്യം പൊളിക്കാനുള്ള കാരണം കോൺഗ്രസാ. ശ്രീ ജനാർദ്ദൻ, എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ വെള്ളാപ്പള്ളി നടേശനോ സുകുമാരൻ നായരോ പിന്തുണയ്ക്കുന്ന ഘട്ടത്തിലൊക്കെ ഏറ്റവും അടുത്ത 2 ഉദാഹരണം നോക്കിയാൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രാവിലെ വോട്ട് ചെയ്ത ശേഷം ആദ്യം വരുന്ന പൊളിറ്റിക്കൽ പ്രഖ്യാപനം ജി സുകുമാരൻ നായരുടേതാണ്. അന്ന് ശബരിമല വിശ്വാസത്തിനെതിരായി നിന്ന് സർക്കാരിനെ തൂത്തെറിയാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് പറഞ്ഞു. പച്ചയ്ക്ക് പറഞ്ഞാൽ നിങ്ങൾ LDFനെതിരായി UDF വോട്ട് ചെയ്യൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ആ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്തായെന്ന് കണ്ടല്ലോ. ജനങ്ങൾ നേരെ മറിച്ചാണ് വോട്ട് ചെയ്തത്. 2016 വെള്ളാപ്പള്ളി നടേശൻ LDFനെ പരാജയപ്പെടുത്താൻ വേണ്ടി തീവ്രമായി ശ്രമിച്ചപ്പോൾ VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങളുമായിട്ടാണ് LDF ഇലക്ഷനെ നേരിട്ടത്. അന്ന് വലിയ ഭൂരിപക്ഷത്തിൽ LDF വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ സംഘടനക്കാർ ഇവർ ഐക്യത്തോടു കൂടി നിന്നാലും ഭിന്നിച്ച് നിന്നാലും ഒക്കെ അവർ പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളൊക്കെ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? അല്ല, ഈ വെള്ളാപ്പള്ളി അല്ല സുകുമാരൻ നായർക്ക് പിന്നീട് അത് മനസ്സിലായി. ഇടതുപക്ഷം നിന്നാലാണ് കാര്യമുള്ളൂ എന്ന് സുകുമാരൻ നായർക്ക് മനസ്സിലായി. ഞങ്ങൾ പറഞ്ഞാലും ഇടതുപക്ഷത്തിന് തോൽക്കൂല എന്ന് സുകുമാരൻ നായർക്ക് മനസ്സിലായി. ഇടതുപക്ഷം ചെയ്ത കാര്യങ്ങൾ കേരളത്തിൽ ജനങ്ങൾക്ക് അറിയാം. അതാണ്. അപ്പൊ കേരളത്തിലെ ജനത്തിനറിയാം, ഇടതുപക്ഷമൊന്നും അല്ല. ശ്രീ ജനാർദ്ദന നായർ, എന്റെ ചോദ്യം ഇതാണ്, ഈ ഐക്യം ഇപ്പൊ പൊളിയാനുള്ള കാരണം എന്താ? ഈ ഐക്യം പൊളിയാൻ കാരണം അത് തന്നെയാണ്. ഈ SNDP NSS ഐക്യം യോജിച്ചു വന്നാല് ഇതിന്റെ നല്ല കാര്യം ഗുണകാരം കിട്ടും. അതിന് ആർക്ക് കിട്ടുമെന്ന്? NSSന്റെ SNDPയുടെ ഐക്യത്തിന് ഗുണഫലം കിട്ടിയാന്നോ കേരളത്തിൽ ഇടതുപക്ഷം ജയിച്ചിട്ടുള്ളത്? അതല്ല, താങ്കൾ എന്തായി പറയുന്നത്? ഏത് കാലത്താണ് SNDP NSS ഒക്കെ കേരളത്തിലെ സമുദായ സംഘടനകളെല്ലാം കൂടി കേരളത്തിൽ ഇടതുപക്ഷത്തെ ജയിപ്പിച്ചിട്ടുള്ളത്? കേരളത്തിൽ ഇടതുപക്ഷത്തെ എല്ലാ കാലത്തും ഭൂരിപക്ഷ സമയം ഇലക്ഷനിലും എതിർത്ത സംഘടനയല്ലേ. ഇപ്പോഴല്ലേ വെള്ളാപ്പള്ളി നടേശനൊക്കെ ഈ സ്നേഹം വന്നത്? അത് ശരി തന്നെയാണ്. പക്ഷെ സംഗതി എന്താ പറയുക, ഒരു ഐക്യം വരുന്നത് നല്ലതാണ്. അല്ലെ, അത് എന്ത് നല്ലതാണെന്ന്? എന്താണ് കേരളത്തിലെ എല്ലാ സമുദായ സംഘടനകളും ഐക്യം വന്നാൽ നല്ലതാണെന്ന് പറയാം. ഈ SNDP NSS ഐക്യം വന്നാൽ ആർക്ക് നല്ലതെന്നാണ് താങ്കൾ പറയുന്നത്? ഐക്യം SNDP NSS ഐക്യം വന്നിട്ടുണ്ടെങ്കിൽ ഹിന്ദു മത സമ്മേളനത്തിന് നല്ല, ഹിന്ദുക്കൾക്ക് നല്ലതാ. ഹിന്ദുക്കൾക്ക് എന്ത് നല്ലത്? ഇവിടെ ബാക്കിയുള്ളവരൊന്നും ഹിന്ദുക്കളല്ലേ? ആണ്. SNDP എങ്ങനെയാണ് ഹിന്ദു ഐക്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത്? ശ്രീനാരായണ ഗുരു തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനമാണോ ഹിന്ദു ഐക്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത്? അത് SNDPയുടെ അടിസ്ഥാനപരമായ നയത്തിന് തന്നെ എതിരല്ലേ? അത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ, മനുഷ്യനെ മതവും ജാതിയും നോക്കരുത് എന്ന് പറഞ്ഞുണ്ടാക്കിയ ഒരു സംഘടനയല്ലേ? അത് സംഘടനയാണ്. പക്ഷെ ഒരു ഒറ്റക്കെട്ടായി എല്ലാവരും കൂട്ടണം എന്നാ പറഞ്ഞേ. എന്തിനാ അങ്ങനെ ഹിന്ദു ഐക്യം ഈ നാട്ടിൽ ഉണ്ടാവുന്നത്? എല്ലാവരും എല്ലാവരും യോജിക്കണം അങ്ങനെ പറയൂ. എല്ലാവരും യോജിച്ചു മുന്നോട്ടെന്നാ വെള്ളാപ്പള്ളി പറഞ്ഞേ. അതിന്റെ ഇതിന് പിന്നിൽ തുടക്കം എല്ലാരും കൂട്ടി യോജിപ്പിക്കണമെന്നൊന്നും അല്ല വെള്ളാപ്പള്ളി പറഞ്ഞത്. വെള്ളാപ്പള്ളി പറഞ്ഞത് നായാടി മുതൽ നസ്രാണി വരെ എന്നാണ് പറഞ്ഞത്. പച്ചവർഗീയതയാണ് പറഞ്ഞത്. അത് നസ്രാണി വരെ. ചില ആൾക്കാർ ലീഗർ ഇതില് വർഗീയ കളിക്കുന്നുണ്ട്. എന്താ മുസ്ലിം മതവിഭാഗത്തെ കൂട്ടരെന്ന് പറഞ്ഞിട്ടുണ്ടോ? മുസ്ലിം മതവിഭാഗത്തോട് എന്താണ് വെള്ളാപ്പള്ളിക്ക് ഇത്ര ദേഷ്യം? മുസ്ലിം വിഭാഗത്തിനോട് ദേഷ്യമല്ല, ലീഗിനോടാ ദേഷ്യം. ലീഗ് എങ്കിൽ പിന്നെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്.
നായാടി മുതൽ നസ്രാണി വരെ എന്നല്ലേ, നായാടി മുതൽ നമ്പൂതിരി വരെ എന്ന് പറഞ്ഞു, ഇപ്പോൾ നായാടി മുതൽ നസ്രാണി വരെ എന്നല്ലേ പറഞ്ഞത്? നാസറാണി പേരെ ലീഗിലും കൂട്ടാം. ലീഗ് നല്ല ലീഗൊന്നുമല്ല, താങ്കൾ ഇങ്ങനെ വെറുതെ വല്ലാതെ കിടന്ന് മെഴുകാതെ. ലീഗിലും കൂട്ടാറുണ്ടല്ലോ വെള്ളാപ്പള്ളി. ലീഗിന്റെ കാര്യമല്ലല്ലോ പറഞ്ഞത്, മുസ്ലിം വിഭാഗം ലീഗുമായിട്ട് എന്താണ് ബന്ധം? മുസ്ലിങ്ങളെ കൂട്ടാറുണ്ട്, മുസ്ലിങ്ങളെ കൂട്ടും. കൂട്ടാന്ന് പറഞ്ഞില്ലല്ലോ. മുസ്ലിങ്ങൾ നല്ലതാ. ജനാർദ്ദനം പറഞ്ഞാ പോരാ, വെള്ളാപ്പള്ളി പറയണമല്ലോ. മുസ്ലിങ്ങൾ നല്ല, മുസ്ലിങ്ങൾ ശരി ശ്രീ ജനാർദ്ദനൻ. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത്. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, എന്തുകൊണ്ടാവും ഈ ഐക്യം 9 ദിവസത്തിനുള്ളിൽ തന്നെ പൊളിഞ്ഞു പാളീസായി പോയത്? നമസ്കാരം. നമസ്കാരം. സാറേ, അത് പൊളിഞ്ഞു പോകാൻ കാരണം വേറെ ഒന്നുമില്ല. വെള്ളാപ്പള്ളിയോ NSSോ SNDPയോ ഇനി KPMSോ KNMSോ എല്ലാ ജാതി സംഘടനകളും നമുക്ക് ആവശ്യമാണ്. പക്ഷെ സംഘടനകൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർ സമുദായത്തിന് വേണ്ടി, കേരളത്തിന് വേണ്ടി അവർ ഗവൺമെന്റിനോട് പൊരുതണം. ഏത് സർക്കാരിനോട് അവർ പൊരുതി സമുദായങ്ങൾ സമരം ചെയ്ത് നേടിയെടുക്കണം. അല്ലാതെ 2 കക്ഷികളും കൂടി ചേർന്നുകൊണ്ട് സുമരൻ നായരും നമ്മളെ വെള്ളാപ്പള്ളിയും കൂടി ചേർന്നിരുന്നുണ്ട് ഒരു കാര്യം പ്രഖ്യാപിച്ചാൽ എടുക്കുന്ന കാലം കഴിഞ്ഞുപോയി. ഇന്ന് ഡയറക്ടർ ബോർഡ് കൂടി കറക്റ്റ് തീരുമാനം എടുത്തു കഴിഞ്ഞു. വെള്ളാപ്പള്ളി പത്മഭൂഷൺ കിട്ടിക്കൊണ്ടൊന്നുമല്ല. വെള്ളാപ്പള്ളി പത്മഭൂഷൺ കൊടുത്ത് SNDPക്ക് കൊടുത്തിരിക്കുന്നത്, വെള്ളാപ്പള്ളിക്കല്ല. വെള്ളാപ്പള്ളിക്ക് നോക്കുകയാണെങ്കിൽ കൊടുക്കാൻ ഒരു അർഹതയില്ല. മാന്യമായ കാര്യം തിരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെയാണ് കേരള രാഷ്ട്രീയത്തില് നമ്മുടെ ഒരു സംശയം ചോദിച്ചോട്ടെ. ഇന്ന് 2 കാരണങ്ങളാണ് പറഞ്ഞത് ജി സുകുമാരൻ നായർ. ഒന്ന് പറഞ്ഞത് ഈ ഐക്യത്തിന് പിന്നിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്നുള്ളത്. മറ്റൊന്ന് പറഞ്ഞത് തുഷാർ വെള്ളാപ്പള്ളിയെ പോലെ BDJസിന് ഒരു നേതാവിനെയാണ് ചർച്ചയ്ക്ക് നിയോഗിച്ചത് എന്നത്. ഈ രാഷ്ട്രീയ താല്പര്യം, വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ താല്പര്യത്തെക്കുറിച്ച് അറിയാൻ കേരളത്തിൽ അങ്ങനെ വലിയ രാഷ്ട്രീയ വിദ്യാഭ്യാസമൊന്നും വേണ്ട, എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് അറിയാൻ കഴിയാത്ത ആളൊന്നുമല്ല സുകുമാരൻ നായർ. അപ്പോൾ ആ പറഞ്ഞത് ശരിയല്ല എന്നത് വ്യക്തമാണ്. രണ്ടാമത്, തുഷാർ വെള്ളാപ്പള്ളിയെ പറ്റില്ലെങ്കിൽ അതിന് പകരം മറ്റൊരാളെ വിടാൻ SNDPയോട് ആവശ്യപ്പെട്ടാൽ തീരുന്ന പ്രശ്നമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് രണ്ടുമല്ല പ്രശ്നമെന്ന് വ്യക്തം. ഈ 9 ദിവസത്തിനിടയിൽ ഉണ്ടായത് ഈ പത്മ അവാർഡ് പ്രഖ്യാപനം അല്ലാതെ ഈ 2 സംഘടനകൾക്കിടയിൽ മറ്റെന്താണ് ഉണ്ടായത്? അല്ലെങ്കിൽ ജി സുകുമാരൻ നായരെ പൂർണ്ണമായും NSS ഡയറക്ടർ ബോർഡ് തള്ളിക്കളഞ്ഞു എന്ന് പറയേണ്ടി വരും. അതായത് സാറേ, കാരണം SNDP ആയാലും എവരുടെ തീരുമാനം തെറ്റാണ്. കാരണം രാഷ്ട്രീയ വിജയത്തിലൂടെ തന്നെയാണ് SNDPയുടെ വെള്ളാപ്പള്ളിയുടെ വരെയും തുഷാറിനെ കൊണ്ട് നാക്കി വെക്കുകയും അയ്യാക്കം കയറണം, അയാളെ മോനും കയറണം, അല്ലെങ്കിൽ മോനെ മുമ്പ് ഇരിക്കാൻ പറ്റുമോ, നിങ്ങൾ ഇരിക്കാൻ പറ്റുമോ? അത് NSSന് ബോധ്യമായി. NSSന്റെ എന്നോട് ക്ഷമിക്കണം, SNDPയുടെ വെള്ളാപ്പള്ളിയുടെ അച്ഛനല്ല അദ്ദേഹത്തിന്റെ അച്ഛൻ. ആദ്യം മനസ്സിലാക്കണം. അവർക്ക് ഇത്തിരി വിവരം ബുദ്ധിയുള്ളവരാണ് അവിടെ ഇരിക്കുന്നത്. അല്ലാതെ SNDPയുടെ ബോർഡ് എനിക്ക് തീരുമാനം. താങ്കൾ ഈ കാര്യം സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല. വെള്ളാപ്പള്ളിയുടെ അച്ഛനോ അല്ലെങ്കിൽ സുകുമാരൻ നായരുടെ അച്ഛനോ അവരാരെങ്കിലും ഒരാൾ അധിക യോഗ്യനാണെന്നോ ഒരാൾ കുറഞ്ഞ യോഗ്യതയുള്ള ആളാണെന്നൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് ശുദ്ധമായ മോശപ്പെട്ട അഭിപ്രായമാണ്. അങ്ങനെ പറയരുത്, അത് ശരിയല്ല. ജനങ്ങളുടെ വിഷയമാണ്. കാരണം എന്ത് കാരണം? ഈ കാരണം എന്റെ ഈ കാര്യമൊന്നും അറിയാൻ ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ലല്ലോ സുകുമാരൻ നായർ. എനിക്ക് ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 9 ദിവസത്തിനിടയിൽ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കിട്ടി എന്നുള്ള അല്ലാതെ ഈ 2 പേർക്കിടയിൽ അല്ലെങ്കിൽ ഈ 2 സംഘടനകൾക്കിടയിൽ മറ്റെന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? സാറേ, NSSന് SNDP സംഘടന ഉണ്ടാക്കുന്ന കാര്യമില്ലല്ലോ. കാരണം അവര് മാന്യമായി പെരുമാറിപ്പോയി, കുറെ കാലം അടിച്ചു പിരിഞ്ഞു പോയി, വീണ്ടും അവര് സഹകരിച്ചു പോകുന്നത് നല്ലത് തന്നെയാണ്. ജാതി സംഘടനകള് അല്ല, ഈ 2 പേരും ചേർന്നല്ലേ തീരുമാനിച്ചത്? സുകുമാരൻ നായരും വെള്ളാപ്പള്ളി ചേർന്ന് തീരുമാനിച്ചല്ലേ? അവർ തീരുമാനിച്ചാൽ അംഗീകരിക്കാൻ അവിടെ ജനങ്ങൾ മറ്റേ NSSന്റെ SNDP ആൾക്കാർ കരുതകളാണോ? അല്ല, അവര് തീരുമാനിച്ചല്ല. 2 നായർ വിഭാഗത്തിൽ നിന്നോ ഈഴവ വിഭാഗത്തിൽ നിന്നോ വോട്ട് എത്രത്തോളം കിട്ടുമെന്നുള്ള വേറെ കാര്യം, അത് പോട്ടെ. പക്ഷെ അവരുടെ സംഘടനയുടെ നിയന്ത്രണം അവർക്കല്ലേ? ഇല്ല, നിയന്ത്രണമാണെങ്കിൽ ഒറ്റയ്ക്ക് എടുക്കാൻ തീരുമാനം കഴിഞ്ഞു. 2024, 23, 22 മുമ്പേ 26 ഇനി പുതിയ വിവരങ്ങളുണ്ട്. ഇനി ഇവർക്ക് സ്ഥാനമില്ല. ഇവരൊക്കെ ഇനി ഒരു അടുത്ത വർഷങ്ങൾ ഇവരൊക്കെ പുറത്താക്കിയിട്ട് പുതിയ സംഘടനയിലെ നേതാക്കന്മാർ വേറെ ആൾ കയറി വരണം. SNDP NSSലെ വേറെ ആൾ വരണം സാർ, എന്നാൽ ഗതി പിടിക്കുള്ളൂ. അല്ലെങ്കിൽ വെള്ളാപ്പള്ളി മരിച്ചു കഴിഞ്ഞു ഈ ഈഴ സമുദായം ഇവിടെ പട്ടിയെ പോലെ തെരുവിൽ കിടന്ന് അടിക്കേണ്ടി വരും. ഒരു വരെ കിട്ടൂല ഈഴ സമുദായത്തിന്. അതാണ് അയാൾ നോക്കുന്നത്. പക്ഷെ എന്നെ സമുദായം അങ്ങനെ നോക്കുന്നത്, അവർക്ക് ഒരു ജാതി ഒരുപോലെ ദൈവം ഗുരുതരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കുന്ന NSS അല്പം കുറച്ച് അവർക്കുണ്ട്. ഞാൻ ഈഴവ SNDP സെക്രട്ടറി ആയിരുന്നവനാണ്. സാറ് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പറഞ്ഞാലും ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ താങ്കളുടെ ഞാൻ പറയും കറക്റ്റാണ് സാർ ചിന്തിച്ചു സാറേ. ശരി, ഓക്കെ, എന്തായാലും ശരി. അങ്ങനെ ഏതെങ്കിലും ഒരാളുടെ അച്ഛന്റെ നേട്ടത്തെ കുറിച്ച് പറയുന്നത് മോശപ്പെട്ട അവസ്ഥയാണ്. അത് ശരിയല്ല എന്ന് കൂടി ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. അത് ആരുടേതായാലും. ശ്രീ ജോസഫാണ് എറണാകുളത്ത് നിന്ന്. ശ്രീ ജോസഫ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു, എന്തുകൊണ്ടാവും ഈ ഐക്യം പൊടുന്നനെ തന്നെ തകർന്നു പോയത്?
ശ്രീകുമാറാണ് ബാലരാമപുരത്ത്. ശ്രീകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, എന്തുകൊണ്ടാവും ഈ SNDP NSS ഐക്യം തകർന്നു പോയത്? ഹലോ, താങ്കൾ ആ TV മ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ കേൾക്കാം. മ്യൂട്ട് ചെയ്യണം. താങ്കൾ വെയിറ്റ് ചെയ്യൂ. ശ്രീ ഷിൻരാജാണ് ആലുവയിൽ നിന്നും. ശ്രീ ഷിൻരാജ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ 9 ദിവസം കൊണ്ട് 9 ദിവസത്തിനിടയിൽ ഉണ്ടായത് ആകെ ഈ പത്മ അവാർഡ് പ്രഖ്യാപനം മാത്രമാണ്, അല്ലാതെ മറ്റു കാരണങ്ങളൊന്നും പുറമേക്ക് നമുക്കറിയില്ല. എന്തുകൊണ്ടാവും ഈ സഖ്യം തകർന്നത്? എനിക്ക് പറയാനുള്ളത് ഈ അവാർഡൊന്നും അല്ല പ്രശ്നം. ഒന്നാമതായിട്ട് പറയാനുള്ളത്, ഈ സമുദായ സംഘടനകൾ പറയുന്ന മാതിരിയല്ല കേരളത്തിൽ ആര് വോട്ട് ചെയ്യുന്നുള്ള. ആദ്യം എല്ലാവരും, പ്രത്യേകിച്ച് ഈ വാർത്താ മാധ്യമങ്ങളാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഈ വാർത്താ മാധ്യമങ്ങൾ അങ്ങനെ കേരളത്തിൽ ഈ സമുദായ സംഘടനകൾ പറഞ്ഞിട്ടാണ് ആ ജാതിയിൽപ്പെട്ട ആളുകളോ സമുദായത്തിൽപ്പെട്ട ആളുകളോ വോട്ട് ചെയ്തതെന്ന് വാർത്താ മാധ്യമങ്ങളൊന്നും പറയുന്നില്ല. ഇതിന് പബ്ലിസിറ്റി കൊടുക്കണ മാധ്യമങ്ങളാണ്. അപ്പൊ അത് കേരളത്തിലെ ഒരു രണ്ട് പ്രബല സമുദായങ്ങളുടെ നേതാക്കന്മാർ പറയുന്നത് നമുക്ക് പറഞ്ഞാൽ, വെള്ളാപ്പള്ളിയുടെ പിൻഗാമിയായിരുന്ന R. ശങ്കർ എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഈ കേരളത്തില്. ഈ കേരള ജനതയെല്ലാം ഒന്നായിട്ട് കണ്ടൊരു മുഖ്യമന്ത്രി ആയിരുന്നു. ആ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ വെള്ളാപ്പള്ളിനായിട്ട് എന്തെങ്കിലും രീതിയിൽ താരതമ്യപ്പെടുത്താൻ പറ്റുമോ? അതൊന്ന്. ഈ SNDPയുടെ ലക്ഷ്യവും NSSന്റെ ലക്ഷ്യവും രണ്ടും രണ്ട് ധ്രുവത്തിലാണ്. എങ്ങനെ ഒരുമിച്ച് പോണത്? കേരളത്തിൽ തന്നെ രണ്ട് പക്ഷത്താന്ന് പറയുന്ന BJP ഇടതുപക്ഷവും, മകൻ BJP NDAയിൽ നിൽക്കണു, അച്ഛൻ ഇടതുപക്ഷത്തിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കണു. എന്നിട്ട് മകനെ ഈ ഒരു ബന്ധവുമില്ല എന്ന് പറയുന്ന NDA പെട്ടി ആളെയാണോ ചർച്ചയ്ക്ക് വരുന്ന സുകുമാരൻ നായർ എടുക്കുക? മനുഷ്യനിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? മനുഷ്യന് പത്രങ്ങൾ വായിക്കണതും എല്ലാ ചാനലുകളും കണ്ടുകൊണ്ടിരിക്കണതല്ലേ? ഇന്ന് വരെ വെള്ളാപ്പള്ളിക്ക് ഇപ്പൊ ഈ സംഭവങ്ങളിതെല്ലാം ഉണ്ടായിട്ട് ഇയാൾക്ക് മറുപടി പറയാൻ ഇയാൾ വാ തുറന്നിങ്ങനെ തോന്നിയാസം ഒരു 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 മാന്യതയില്ലാത്ത വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കൊന്ന് വാ തുറക്കാൻ പാടില്ലാതെ ഇപ്പോൾ എന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം? പക്ഷെ ഈ വിഷയത്തിൽ പിൻവാങ്ങിയത് വെള്ളാപ്പള്ളി അല്ലല്ലോ, പിൻവാങ്ങിയത് സുകുമാരൻ നായരല്ലേ? പരസ്യമായൊരു വാക്ക് പറഞ്ഞ് അതിൽ നിന്ന് മലക്കം പറഞ്ഞ് ഇന്ന് പിൻവാങ്ങിയത് സുകുമാരൻ നായരല്ലേ? ആ സുകുമാരൻ നായരുടെ പിൻഗാമികൾ വഹിച്ചിരുന്ന സ്ഥാനത്തിരുന്നോണ്ട് അയാളൊരു അർത്ഥം പിടിച്ചു പറഞ്ഞു. അതോടുകൂടി അയാൾ ഇറങ്ങേറായി. പിന്നെ അയാളെ വെളിവുള്ള ആൾക്കാർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വെച്ച് കാര്യങ്ങൾ അയാളെങ്ങനെയെങ്കിലും ക്ഷമ ചോദിച്ച് ഊരിപ്പോയി അതിൻ്റെ അകത്തുനിന്ന്. അവരുടെ മുൻപുള്ള കാര്യങ്ങൾ മുതൽ സമദൂരമാണ്. ആ സമദൂരത്തിൽ മാറ്റം വരാൻ പാടില്ലല്ലോ. ഈ വെളിവില്ലാത്ത വെള്ളാപ്പള്ളി പറഞ്ഞൊന്നും പറഞ്ഞ വെള്ളാപ്പള്ളി വർത്താനം പറയണേന് എന്തെങ്കിലും ഇതുണ്ട്, എന്താ പറയണെന്ന് അയക്കഴിഞ്ഞ അറിയാമോ? അല്ല, അതല്ലല്ലോ ഇവിടെ വിഷയം. വെള്ളാപ്പള്ളി പറഞ്ഞതും വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും രണ്ടുപേരും പരസ്യമായി മാധ്യമങ്ങളോടാണ് പറഞ്ഞത് ഇത് ഐക്യത്തിലേക്ക് പോവുകയാണ്. അതിൽ നിന്ന് പിൻവാങ്ങിയത്, നിലപാടിൽ നിന്ന് മലക്കം പറഞ്ഞത് വെള്ളാപ്പള്ളിയല്ല, മലക്കം പറഞ്ഞത് ഇപ്പോൾ സുകുമാരൻ നായരാണ്. അതാണ് സുകുമാരൻ നായർക്കൊരു അബദ്ധം പറ്റി. സുകുമാരൻ നായരുടെ പിൻഗാമികൾക്ക് പറ്റാത്തൊരർത്ഥം സുകുമാരൻ നായർക്ക് പറ്റി. പിൻഗാമികൾക്കല്ല, മുൻഗാമികൾക്കെന്ന്. ആ മുൻഗാമികൾക്ക് മുൻഗാമികളുമൊക്കെ പല ഘട്ടത്തിലും രാഷ്ട്രീയമായി അത്തരം യോജിപ്പുകളൊക്കെ ഉണ്ടാക്കുകയും പല വലിയ സമരങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവരുടെ ക്വാളിറ്റി സുകുമാരൻ നായർക്ക് ഒരു ചെറിയ കെണി പറ്റി. അയാളത് മനസ്സിലാക്കി. വിവരമുള്ള ആൾക്കാർ അയാളോട് പറഞ്ഞു കൊടുത്തു, അയാൾ മനസ്സിലാക്കി. അയാൾ ഇപ്പൊ പറയണു സമദൂരം എന്ന് പറയണു. അല്ലെങ്കിൽ ഈ ആള് പറയണ മാതിരി, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പറഞ്ഞ മാതിരിയാണ് ആളുകൾ വോട്ട് ചെയ്യണേ. ശരി, ഓക്കെ. ശ്രീ അനിയൻകുട്ടൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ രണ്ട് പ്രധാനപ്പെട്ട സമുദായങ്ങളെ നയിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ വർഷങ്ങളായി ദീർഘകാലമായി തന്നെ അതിൻ്റെ തലപ്പത്ത് സർവ അധികാരികളായി വാഴുന്ന രണ്ടുപേർ, അവർ രണ്ടുപേരും കൂടി പ്രഖ്യാപിച്ച ഐക്യമാണ് പൊളിഞ്ഞിരിക്കുന്നത്? സാറേ നമസ്കാരം. നമസ്കാരം. ഇത് ഈ രണ്ട് സമുദായങ്ങളെ ഈ ഒരു 6-7 മാസമായിട്ട് ഇവിടെ വെള്ളാപ്പള്ളി നടേശനും NSSും കൂടെ ആ NSനെ കൂടെ ഇന്ന് വലിച്ചിറച്ചി കൊണ്ടുവന്ന് ആ കപ്പാടെ നാറ്റിക്കുളവാക്കിയില്ലേ. ഇപ്പം മുമ്പേ ഒരു പ്രേക്ഷകൻ പറഞ്ഞ പോലെ അച്ഛൻ ഇടതുപക്ഷം നയിക്കുന്നു, മകൻ BJP നയിക്കുന്നു. ഈ ഒരു തർക്കമാണ് ഇപ്പം NSൽ ഈ ഡയറക്ടർ ബോർഡ് എടുത്തുകൂടെ ചവിട്ടി വെച്ചത് അറബിക്കടലിൽ കൊണ്ട് തള്ളിയത്. ഇതൊന്നും ഇവിടെ നടക്കാൻ മതി. ഇതിന്റെ മുന്നിൽ കളിച്ചതെല്ലാം ഈ ഇപ്പോഴത്തെ ഭരണപക്ഷമാണ്. അവർ ഭരിച്ച് മൂടിച്ച് ആകെപ്പാടെ നാശകരക്കാരിയായിട്ട് ജനങ്ങളെല്ലാം ഇല്ലാതാക്കിയിട്ടേ ഇപ്പം ഇതുമായിട്ട് എന്താണ് ബന്ധം? ഇപ്പം വന്നേ ഉള്ളൂ.
അങ്ങനെ മുടിച്ച് തേച്ച് കഴിയിട്ടേക്കുന്ന ഈ ഭരണകൂടം ചെയ്തൊരു വേലയാണ്. ഈ പ്രബുദ്ധരായ രണ്ട് സമുദായത്തിനായിട്ട് തമ്മിലടിപ്പിച്ച് ഇല്ലാതാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് ശരി, ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ്. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? താങ്കൾ ഈ രാഷ്ട്രീയമൊക്കെ അങ്ങനെ പരിശോധിക്കുന്ന ആളാണല്ലോ. 9 ദിവസമേ ആയുള്ളൂ ഈ ഐക്യം പ്രഖ്യാപിച്ചിട്ട്. ഇന്നലെ ഒരു പത്മ പ്രഖ്യാപിച്ചു, ഇന്നിപ്പോൾ ഐക്യം പൊളിഞ്ഞു. എന്താവും കാരണം? ഇങ്ങനെ ഈ സുകുമാരൻ നായർക്ക് അറിയാമായിരുന്നല്ലോ. ഈ സുകുമാരൻ നായർ നമ്മളോടെല്ലാം പത്രസമ്മേളനം നടത്തി പറഞ്ഞു എന്നതാ, തുഷാർ വെള്ളാപ്പള്ളിയാണ് ചർച്ചയ്ക്ക് വരുന്നത്, എന്റെ മകനെ പോലെ ഞാൻ സ്വീകരിക്കും, എന്റെ അനിയനെ പോലെ സ്വീകരിക്കും അല്ലേ? അത് മകനെ പോലെയാണ് എനിക്ക് തുഷാർ വെള്ളാപ്പള്ളി, അതുകൊണ്ട് ചർച്ചയ്ക്ക് വന്ന തുഷാറാണെന്നൊക്കെ പറഞ്ഞാണ്. അല്ലോ ഇന്ന് അയാൾ പറയുന്നത് എന്താ? അയാൾ വ്യത്യാസമില്ല. പക്ഷെ വേറൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ ലക്ഷക്കണക്കിന് ആൾക്കാരെ ഉള്ള ഒരു പ്രസ്ഥാനമാണ് ഈ SNDP എന്ന് പറയുന്നത്. അതിന്റെ തലപ്പൊക്കത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഉയർച്ചയും കാര്യങ്ങളും ഞങ്ങൾക്ക് പിടിപാടൊക്കെ ആയത്. ആ പുള്ളിയുടെ അപ്പനും അപ്പനെ വിളിച്ച മുത്തപ്പനെ വിളിക്കാൻ അറിയാമെന്ന് പറഞ്ഞേക്കണം. ഇപ്പൊ പറഞ്ഞമാരോട് മുത്തപ്പനെ അത് ഒരാൾ തെറ്റായി പറഞ്ഞ അയാളെ അന്നേരം തന്നെ അത് സൂചിപ്പിച്ചു. വിളിച്ചാലും നാളെ ഇത് തന്നെയാ, മുത്തപ്പനെ വിളിക്കും. ഞങ്ങളൊരു മര്യാദ. അത് ശരിയല്ലല്ലോ. അത് ഒരാൾ തെറ്റ് പറഞ്ഞാൽ അയാൾ തെറ്റ് ചൂണ്ടിക്കാട്ടുക എന്നുള്ളതാണല്ല. അതിന് പകരം ഒരാൾ തെറി വിളിച്ചാൽ തിരിച്ച് അയാളെ തെറി വിളിച്ചാൽ പിന്നെ നിങ്ങൾ തമ്മിൽ എന്താണ് വ്യത്യാസം? അതുകൊണ്ട് അത് വിളിക്കുന്നില്ല. ഞാൻ പറയുമായിരുന്നു തന്നെ ഇത് അല്ല, പറയുന്നതും വിളിക്കാതെ ചെയ്യുന്നതല്ല. ഞാൻ വിളിച്ചേനെ എന്ന് പറയുന്നത് അതുപോലെയല്ലേ? വിളിക്കുന്ന പോലെയല്ല. അത് ശരിയല്ല. ഞങ്ങളെ വിളിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞങ്ങൾ ഒരു തെറി വിളിയ മത്സരത്തിലല്ല ശ്രീ രവീന്ദ്രൻ. അതെന്താണ്? അതൊരുമാതിരി വഴിയിൽ നിന്ന് ഒരാൾ തെറി വിളിച്ചാൽ അയാളെ തിരിച്ച് തെറി വിളിക്കാതുള്ളതാണ് മര്യാദ. അതാണ് ഒരു പൊതു ജനമധ്യത്തിൽ നടക്കുന്ന ഒരു ചർച്ചയുടെ മര്യാദ. അതാണ്. അല്ല, താങ്കൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങോട്ട് ചെന്ന് തെറി വിളിക്കാൻ അറിയാവുന്നവർ എല്ലാ വിഭാഗത്തിലും എല്ലായിടത്തും കാണും. അത് ഞാനത് തെറി വിളിച്ചേനെ എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. വിളിച്ചേനെ പറയുന്നതിന് അങ്ങനെ വിളിക്കുന്നതിന് തുല്യമല്ലേ? അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അവിടെ തന്നെ തിരിച്ചല്ലോ, പിന്നെ അതിലിടപെടേണ്ട കാര്യമില്ലല്ലോ. അല്ല, വെള്ളാപ്പള്ളിയുടെ അപ്പനല്ലേ. അതല്ലല്ലോ വിഷയം. താങ്കൾ ആവശ്യമില്ലാത്ത വിഷയത്തിലേക്ക് പോകാം. താങ്കൾ ഈ വിഷയത്തിന്റെ മെറിറ്റിൽ ചർച്ച ചെയ്യാൻ പറ്റുമോ? അല്ലല്ല, താങ്കൾ ആവശ്യമില്ലാത്ത വിഷയത്തിലേക്ക് പോയാൽ അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അപ്പന് വിളിക്കാൻ പറ്റില്ല ഇവിടെ ഒരാളെയും. താങ്കൾ കട്ടിയായിട്ട് പോകുന്നതാണ് നല്ലത്. ശ്രീ അഷറഫാണ് ചേർത്തലയിൽ നിന്ന്. ശ്രീ അഷറഫ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ SNDP NSS ഐക്യം 9 ദിവസത്തിനുള്ളിൽ പൊളിയാനുള്ള കാരണം എന്താവും? സാറേ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ നമ്മളെ ഈ ഇലക്ഷൻ വരുമ്പോൾ സാറേ, ഈ വെള്ളാപ്പള്ളി നടേശൻ അല്ലെങ്കിൽ പാലാ ബിഷപ്പ് അല്ലെങ്കിൽ കാന്തപുരം AP ബക്കർ മുസ്ലിയാർ, പിന്നെ സുകുമാരൻ നായർ സാറേ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ വ്യക്തിപരമായ നേട്ടമാണ് സാറേ. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞേക്ക്, എന്റെ വീട്ടിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ഉള്ളത് വെള്ളാപ്പള്ളി നടേശന്റെ വീട്, ചേർത്തലയിൽ എന്റെ സ്ഥലം സാറേ. ഈ ചേർത്തലയിൽ ഈഴവ സമുദായം എനിക്കിപ്പോ 56 വയസ്സാണ്. എന്റെ ഓർമ്മ വെച്ച ആളുകൾ ഇപ്പോഴും അതേ രീതിയിൽ തന്നെ സാറേ ഈഴവ സമുദായം കിടക്കുന്നത്. നേരെ കുറിച്ച് ഞങ്ങൾ മുസ്ലിങ്ങൾ നല്ല പദവിയില്ല. കാരണം ഞങ്ങളൊക്കെ കള്ളക്കടത്തുകാരും മറ്റൊരു കഞ്ചണ്ടക്കാരും പൂഴ്ത്തിവെപ്പുകാരും തട്ടിപ്പ് വെട്ടിപ്പോകുന്നത് ഇതൊന്നും പറഞ്ഞാൽ ഞങ്ങളൊക്കെ അധ്വാനിച്ചു. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളെ മുഹമ്മദ് നബി ഞങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ മദ്യപിക്കരുത്, നീ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്റെ ഇതിൽ പെട്ടതല്ലേ, എന്റെ പിൻഗാമിൽ പെട്ടതല്ലത്. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ കാശുണ്ടാക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? ഈ സമുദായത്തിന് ഈ വെള്ളാപ്പള്ളി കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുസ്ലിയാക്കന്മാരാണെങ്കിലും ഈ പാലാ ബിഷപ്പാണെങ്കിലും ഇവരുടെയൊക്കെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് സാറേ ഈ പ്രസ്താവന നടത്തുന്നതും കാര്യങ്ങളൊക്കെ. അറിയാവോ? മനസ്സിലായില്ലേ? ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. നിങ്ങളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. ശ്രീ അജയകുമാർ, ഈ 9 ദിവസം കൊണ്ട് ഒരു സഖ്യം, അതും 2 പ്രബലരായ നേതാക്കൾ, തന്ത്രശാലികളായ 2 നേതാക്കൾ പ്രഖ്യാപിച്ച സഖ്യം പൊളിയാൻ കാരണം എന്താണ്? ശ്രീ കിരൺ, ഈ അടുത്ത സമയത്ത് കുറച്ച് ദിവസം കിരണെ കണ്ടില്ല. അപ്പം മനുവിന്റെ അടുത്ത് ചോദിച്ചു, കിരണെ കാണില്ലെന്ന് വെച്ചപ്പോ മനുവിനെ മടുത്തോന്നാ പുള്ളി ചോദിച്ചത്. ഞാൻ കുറച്ച് ദിവസം ഇല്ലായിരുന്നു. ഓക്കെ, ഇപ്പൊ മനുവിനെ കാണുന്നില്ല. ആ വിഷയത്തിലേക്ക് വരാം. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങളെല്ലാം കവർ ചെയ്താണ്. സുകുമാരൻ നായർ സാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചർച്ചയ്ക്ക് അദ്ദേഹത്തിന്റെ വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ മകനാണ് വരുന്നത് എന്ന്. മകൻ എന്ന് പറയുമ്പോൾ മകനായതുകൊണ്ടുള്ള വിഷയമല്ല. ഈ മകന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൊണ്ട്, പാർട്ടിയുണ്ട്, അതിന്റെ പാർട്ടിയുടെ NDA ചെയർമാനോ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രസിഡന്റോ ഒക്കെയാണ്. അപ്പൊ ഇത് രാഷ്ട്രീയപരമായ ചർച്ചയല്ല. അത്ര രാഷ്ട്രീയപരമായ ചർച്ചയ്ക്ക് ശ്രീ സുകുമാരൻ നായർക്ക് താല്പര്യമില്ല. ഇത് ഒരു ചെറിയ സംശയം ശ്രീ അജയകുമാർ ചോദിച്ചോട്ടെ. ഈ ഐക്യം പ്രഖ്യാപിച്ച 9 ദിവസം മുമ്പ്, ഐക്യം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അന്ന് വാർത്താ സമ്മേളനത്തിൽ സുകുമാരൻ നായർ പറഞ്ഞത്, സുകുമാരൻ നായരെ വന്ന് കണ്ടത് തുഷാർ വെള്ളാപ്പള്ളിയാണ്,
വെള്ളാപ്പള്ളിയുമായി ഫോണിലാണ് സുകുമാരൻ നായർ സംസാരിച്ചത്. അന്നും തുഷാർ വെള്ളാപ്പള്ളി വന്ന് കണ്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഐക്യം അദ്ദേഹം പരസ്യമായി ഈ ഡയറക്ടർ ബോർഡ് പോലും കൂടുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കുകയും ഈ ഐക്യത്തിനെതിരെയുള്ള ആക്ഷേപങ്ങളെ ഞാൻ പുച്ഛത്തോടെ തള്ളുന്നു എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അന്ന് അഭിമതനായിരുന്ന തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ അനഭിമതനാണെങ്കിൽ ആ തുഷാർ മാറി വേറൊരാൾ വരാൻ പറഞ്ഞാൽ പോരെ? അല്ല, അതൊന്നും ഒരു കാരണമല്ലല്ലോ. അല്ല, താങ്കളുടെ കൺസേൺ വളരെ കറക്റ്റാണ്. കാരണം ഇങ്ങനെ നമ്മളിൽ ഒന്നിക്കണം, നമ്മൾ ഒന്നിച്ചു പോകണം എന്നുള്ള അഭിപ്രായം ശ്രീ വെള്ളാപ്പള്ളി മുൻപോട്ട് വെക്കുകയും അതിനൊരു പച്ചക്കൊടി പെരുന്നയിൽ നിന്നുണ്ടാകുകയും ചെയ്തപ്പോൾ ഒരു കട്ടസി വിപ്പിട്ടെന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ മകൻ വന്നു പോയതാണ്. ഇനിയും മുൻപോട്ടുള്ളത് സീരിയസ് ആയിട്ടുള്ള ചർച്ചകളാണ്. സീരിയസ് ആയിട്ടുള്ള ചർച്ച വരുമ്പോൾ സുകുമാരൻ നായർ സാറിന്റെ അടുത്ത് ചർച്ചയ്ക്ക് വരേണ്ടത് വെള്ളാപ്പള്ളിയാണ്, അല്ല അദ്ദേഹത്തിന്റെ മകൻ NDAയുടെ ചെയർമാനോ NDAയുടെ BDJ. അല്ല, അത് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട സംഘടനകളല്ലേ ഞങ്ങളുടെ അടുത്ത് ചർച്ചയ്ക്ക് വരുമ്പോൾ തുഷാർ പോരാ, അത് വെള്ളാപ്പള്ളി വരണം അങ്ങനെ പറഞ്ഞതായി ഇന്ന് സുകുമാരൻ നായർ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, ഇന്ന് നിങ്ങൾ കവർ ചെയ്തതിനകത്തുണ്ടല്ലോ, അത് ഉണ്ട്. കേട്ടില്ല. അദ്ദേഹം പറഞ്ഞിട്ട് അല്ല, ഇന്ന് ഉച്ചയ്ക്ക് അദ്ദേഹം പറഞ്ഞത് തുഷാർ വെള്ളാപ്പള്ളി BDJസിന്റെ നേതാവാണ്, അങ്ങനെ ഒരാൾ ചർച്ചയ്ക്ക് വരുന്നത് ശരിയല്ല, അതിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുന്നതിന് ഒരു കാരണമായിട്ടാണ് പറഞ്ഞത്. അല്ല, തുഷാർ വെള്ളാപ്പള്ളി പറ്റില്ലെങ്കിൽ വേറൊരാൾ വരാൻ വെള്ളാപ്പള്ളിയോട് വിളിച്ചു പറയാമല്ലോ, ഈ തുഷാർ പറ്റില്ല, ഞങ്ങൾക്ക് മറ്റൊരാളെ വിടണം എന്ന് പറയാമല്ലോ. ഇത് അങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലല്ലോ. വെള്ളാപ്പള്ളിയിൽ സുകുമാരൻ നായർ സാറുമായിട്ട് വന്ന ഒരു ചർച്ച, ഒരു ധാരണയിൽ ചർച്ചയ്ക്ക് അദ്ദേഹമാണ് വരേണ്ടത്. എന്നിട്ട് അദ്ദേഹത്തോട് പിന്നെ വിളിച്ചിട്ട് പറയാണ് നിങ്ങൾ വേറൊരാളെ വിടും. അങ്ങനെയല്ല പറയണ്ട, അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പറയത്തില്ല. ഇതേ തുഷാർ വന്ന് കണ്ട് ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സഖ്യമൊക്കെ പ്രഖ്യാപിച്ചത്. അല്ല, ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലല്ല, ചർച്ച നടത്തുന്നതിന് മുമ്പേ രണ്ടുപേരും തമ്മിൽ പത്രത്തിൽ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഒന്നിച്ച് മുമ്പോട്ട് പോകുന്നതിന് താല്പര്യമുണ്ടെന്ന്. ശ്രീ അജയകുമാർ അദ്ദേഹം ആശുപത്രിയിൽ കിടക്കുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി നേരിട്ട് വന്ന് കാണുകയും അദ്ദേഹവുമായി ദീർഘനേരം ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം വെള്ളാപ്പള്ളിയുമായി ഫോണിൽ സംസാരിക്കുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം പരസ്യമായി പ്രഖ്യാപിക്കുന്നു, വെള്ളാപ്പള്ളിയും പ്രഖ്യാപിക്കുന്നു, സുകുമാരൻ നായരും പ്രഖ്യാപിക്കുന്നു. ഈ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും എന്തായാലും അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും തീരുമാനമെടുക്കുന്ന ആളുകളോ അല്ലെങ്കിൽ അങ്ങനെ അവർ തന്ത്രങ്ങളുടെ അങ്ങേ കര കണ്ട ആളുകളാണ്. എത്രയോ കാലമായി ഈ സമുദായ സംഘടനകളെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കി നിർത്തിയിരിക്കുന്ന നേതാക്കന്മാരാണ്. അത്രത്തോളം തന്ത്രങ്ങളും രാഷ്ട്രീയ തന്ത്രവും എല്ലാം അറിയാവുന്ന ആളുകളാണ്. അപ്പോൾ അവർ ഇപ്പോൾ ഇങ്ങനെ ഒരാൾ വന്നതാണ് കാരണമെങ്കിൽ അയാളെ മാറ്റാൻ ഈ അനായാസം പറയാവുന്ന കാര്യമേ ഉള്ളൂ. അതല്ലെന്ന് വ്യക്തമല്ലേ? അല്ല, ഇപ്പൊ തുറന്നു പറഞ്ഞിട്ടില്ല, നമ്മളോട് പൊതുസമൂഹത്തോട് തുറന്നു പറഞ്ഞിട്ടില്ല സുകുമാരൻ നായർ സാറ് എന്താണ് വിഷയമെന്ന്. അദ്ദേഹം പറഞ്ഞത് ഇത്രയാണ്, ഇനിയുള്ളത് പ്രകാലെ വരും. അപ്പോൾ ഈ മകനെ വിടണ്ട അല്ലെങ്കിൽ NDAയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംസാരം ഇവർ നമ്മൾ ഉണ്ടായി കാണും. അത് ഇവർ നമ്മൾ ഇനി വെളി വരട്ടെ. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ. അല്ല, ഒന്നുകൂടെ പറഞ്ഞു പോട്ടെ, വ്യക്തത വരുത്തി പോട്ടെ. പത്മ അവാർഡ് ഇതുമായിട്ട് എന്തിനാണ് വലിച്ചഴിക്കുന്നത്? ഈ 9 ദിവസത്തിനിടയിൽ ആകെ ഉണ്ടായത് വെള്ളാപ്പള്ളിക്ക് പത്മ അവാർഡ് പ്രഖ്യാപിച്ചതല്ലാതെ ഈ രണ്ട് സംഘടനകൾക്കിടയിൽ അവരുടെ രാഷ്ട്രീയ കാര്യത്തിലോ ഈ മറ്റെന്തെങ്കിലും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശന് ഇതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യം ഉണ്ടെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ പേര് പറഞ്ഞില്ല, ഇതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യം SNDP ഉണ്ട് എന്നുള്ള മട്ടിലാണ് പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശന്റെ രാഷ്ട്രീയ താല്പര്യത്തെക്കുറിച്ച് ഈ 9 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടില്ല. കേരളത്തിലെ LDFുമായിട്ടും കേന്ദ്രത്തിൽ BJPയുമായിട്ടും ഒക്കെ ഒരേപോലെ ബന്ധമുണ്ടാക്കിക്കൊണ്ട് പോകുന്ന ആളാണ്. ഇതെല്ലാം കൃത്യമായി അറിയാവുന്ന ആളാണ് സുകുമാരൻ നായരും. കേരളത്തിലെ സാധാരണ ജനത്തിനെല്ലാം ഇതറിയാം. അപ്പോൾ അതൊന്നും അല്ല കാരണം എന്ന് വ്യക്തമല്ലേ? അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇന്നാണ് അവർ ചർച്ചയ്ക്ക് വരാനിരുന്നത്. അപ്പോൾ ഇന്നലെ പത്മ അവാർഡ് പ്രഖ്യാപിക്കുന്നതും ഇന്നത്തെ ചർച്ചയും ഇതെല്ലാം നേരത്തെ തീരുമാനിച്ചിരുന്നതല്ലേ? അപ്പം പത്മ അവാർഡ് വെള്ളാപ്പള്ളിക്ക് കൊടുക്കുമെന്ന് നേരത്തെ ആർക്കും അറിയില്ലായിരുന്നല്ലോ. അല്ലല്ല, അറിയത്തില്ല. അപ്പൊ ഇന്നലെ പ്രഖ്യാപിച്ചു, ഇന്നവരുടെ ചർച്ചയും വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് പത്മ അവാർഡ് ഇതുമായിട്ട് കൂട്ടിക്കുറയ്ക്കല്ലേ എന്നാണ് പറഞ്ഞത്. പത്മ അവാർഡ് ഇതുമായിട്ട് കൂട്ടിക്കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. ശരി, എന്തായാലും പത്മ അവാർഡ് അല്ലാതെ ഇതിനിടയിൽ മറ്റെന്തെങ്കിലും ഒരു കാരണം പരസ്യമായോ അല്ലെങ്കിൽ അതിപരസ്യമായിട്ട് വന്ന കാരണമുണ്ടോ നമുക്കറിയില്ല. പരസ്യമായ ഒരു കാരണം മറ്റൊരിടയിലും വന്നിട്ടില്ല. അല്ലല്ല, വളരെ ബാലിഷ്യമായിട്ട് ഉള്ള ഒരു ചർച്ചയാണ്. അതൊരു തമാശയ്ക്ക് വേണേ പറയാവുന്നേ. ഒരിക്കലും പത്മ അവാർഡ് അത്ര തമാശയായിട്ട് കരുതുന്ന ഒരു ചർച്ചയാണ് എന്ന് തോന്നുന്നില്ല. എന്തായാലും ഓക്കെ, ഇനി വരും ദിവസങ്ങൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ശരി, വരും ദിവസങ്ങളൊക്കെ വലിയ വിശദീകരണങ്ങൾ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് വരുമല്ലോ. ഈ രണ്ടുപേരും ഇത്ര മോശക്കാരായ ആളുകളല്ലോ. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്തുകൊണ്ടാവും ഈ ഒരു സഖ്യം വളരെ വേഗത്തിൽ തന്നെ വിരിയും മുമ്പേ കൊഴിഞ്ഞു പോയത്? അത് കൊഴിയാണ്ടിരിക്കാൻ കേട്ടാ മഹി വില്ലിപ്പാലം പറഞ്ഞ വളരെ മോശമായി പോയിട്ടത്. അയാൾ വേണമെങ്കിൽ മറ്റേ കുമാരൻ നായരെ കുറ്റം പറഞ്ഞിട്ട് നായന്മാരൊക്കെ വളരെ മോശക്കാരെന്നൊക്കെ പറഞ്ഞ മോശം അങ്ങനെ പറയരുത്. അല്ല, ആരായാലും അങ്ങനെ ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരാളെ ഏതെങ്കിലും രാഷ്ട്രീയ വിമർശനങ്ങളാവാം, വ്യക്തിപരമായിട്ടും അങ്ങനെ സാമുദായികമായിട്ടും നായന്മാരൊക്കെ വളരെ മോശം എന്ന് പറഞ്ഞാൽ അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ അത് ശരിയല്ല. ഒരു കാരണവശാലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഈ ആശയഭ്രാന്തി പിടിച്ചാളാ
ഏതാ? അതിന് ഒരു കാര്യം പറഞ്ഞു, അതൊക്കെ രാഷ്ട്രീയ പ്രാന്ത. അത് വർത്താനം പറയുന്നത് തന്നെ. അല്ല അത് പോട്ടെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആളുകൾ അത്തരം കാര്യങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറില്ല. ഇനി കൃത്യമായി അങ്ങനെ പറഞ്ഞു ഞാൻ വ്യക്തമായി, എനിക്ക് അന്ന് ആ സമയത്ത് കൃത്യമായി വ്യക്തമായില്ല. പറഞ്ഞ ആളുകളൊക്കെ ആ സമയത്ത് കേട്ടെങ്കിൽ പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ 9 വാർഡുണ്ട് മുനിസിപ്പാലിറ്റി. 9 വാർഡിലും ഈ BJP കറക്റ്റായിട്ട് നോക്കിയാൽ 3 നായന്മാരെ 80% ഈഴവരായിരുന്നു ജയിക്കില്ല. ഈഴവർ മുഴുവൻ LDFിനെ വോട്ടിയുള്ളൂ. അത് വെള്ളാപ്പള്ളിയിൽ പോയി കണ്ടിട്ട് കാര്യമൊന്നുമില്ല. കണ്ട ഉള്ള വോട്ടോടെ പോകും ഇവരുടെ. കാരണം ഇവിടെ എന്റെ വാർഡിൽ 90% നായന്മാരാ. ഒരു 10-15% ഈഴവരുള്ളൂ. അത് മണക്കാട്, ആയനോട്ടൻ 2 വാർഡ്, പിന്നെ എടവെട്ടി, മുതലാർമടം, അങ്ങനെ 9 വാർഡിലും നായന്മാരും ഈ നമ്പൂതിരിമാരെ ഏറ്റവും കൂടുതൽ. ബാക്കിയൊക്കെ 15% മൊത്തം ഉള്ളൂ. അതാണ് ജയിക്കാൻ കാരണം. മറ്റവർക്ക് പിന്നെ വേറെ കാര്യം പറയാനുണ്ട്. എന്റെ ഒരു കാര്യം പറയാനുണ്ട്. ഹലോ, കേരളത്തിൽ അങ്ങനെ ഈ 85% ഏതെങ്കിലും ഒരു ജാതിക്കാർ മാത്രമായിട്ടുള്ള ഒരു വേറെ കാര്യം പറയാനുണ്ട് എനിക്ക് ഒരു പ്രത്യേക. ഹലോ പറഞ്ഞോ. എന്റെ പൊന്നു സഹോദര, ഇന്നലെ ഇതൊക്കെ പോട്ടെ, ഇന്നലെ ചാനലിലെല്ലാം കാണിച്ചില്ല, ഒരു പയ്യൻ ശ്വാസം മുട്ടി മരിക്കണ പാവം. സഹിക്കാൻ പറ്റില്ല കേട്ടോ അത് കണ്ടു കഴിഞ്ഞാൽ. എന്ത് മത ജാതി ആയിക്കോട്ടെ. ഞാൻ ആ ഡോക്ടറെ എന്റെ കിട്ടിയുണ്ടല്ലോ. രഘുവാണ്, കൊല്ലത്ത് നിന്നാണ്. ശ്രീ രഘു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിലെ 2 പ്രമുഖരായ സാമുദായിക നേതാക്കൾ പ്രഖ്യാപിച്ച ഐക്യം 9ാം ദിവസം പൊളിഞ്ഞു പാളീസായി നിൽക്കുന്നു. എന്താവും കാരണം? ഈ ഐക്യം ഒത്തിരി കാലം കൊണ്ട് ഇവരുണ്ടാക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഐക്യം എന്ന് പറയുന്നത് 2 പേരും ഒത്തിരി, ഈ 2 സമുദായ നേതാക്കളും ഒത്തിരി കാലമായിട്ട് ഈ ഐക്യം ഇവര് ശ്രമിക്കുന്നത്. പക്ഷേ ഈ ഐക്യം എല്ലാം പൊളിച്ചു കൊടുക്കുന്നത് ഈ ഇടതും വലതും മുന്നണികളാണ്. ഇവിടെ ഒരു മുന്നണി ഉണ്ടായാൽ, ഒരു ഐക്യം ഉണ്ടായാൽ അതിന്റെ BJPക്കാ. അതുകൊണ്ടാണ് ഈ മുന്നണി, ഈ കോൺഗ്രസ് എന്ന് പറയുന്ന മുന്നണിയാണ് ഇപ്പോൾ ഈ പൊളിച്ചേക്കുന്നത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം. അങ്ങനെ ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എങ്ങനെയാവും ഈ ഐക്യം പൊടുന്നനെ പൊളിഞ്ഞു പോയത്? നമസ്കാരം. നമസ്കാരം. താങ്കൾ ഒരു പ്രേക്ഷകനോട് ചോദിച്ച ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സുകുമാരൻ നായര് എതിർക്കാൻ പറ്റിയ ആള് ഇതിനകത്തുണ്ടോന്ന്, ഇതില് സംഘടനയിൽ ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് SNDP-യിലായാലും NSS-ലായാലും കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുള്ളത് സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളി നടേശന്റെയും സർവാധിപത്യമാണ്. അവരെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ തിരുത്താനോ ഒന്നും കഴിയുന്ന തരത്തിലേക്കുള്ള ശക്തമായ ഒരു ഉന്നത ഭരണ സംവിധാനം ഒന്നും അല്ല അതിനുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. ഒരു സെക്കൻഡ്, ഈ NSS, ഈ SNDP കാണത്തില്ല, NSS കാണും. കാരണം ഇവിടെ ചർച്ച നടന്ന എന്താണ്, ഇവിടെ എന്താണ് പറയട്ടെ. താങ്കൾ പറഞ്ഞോളൂ. ഇവിടെ നടന്നത് എന്താണ്? ഈ സതീശനെ എതിർക്കാൻ വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ സതീശനെ എതിർക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് അപ്പോഴാണ് അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്നത് നായരുമായിട്ടുള്ള ഒരു ഐക്യം ഇനി ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്, ഉണ്ടാകണം എന്ന് പറഞ്ഞു. അന്നാണ് സുകുമാരൻ നായർ പറയുന്നത് അതിനെപ്പറ്റി നമുക്ക് ആലോചിക്കാവുന്ന സുകുമാരൻ നായർ അന്നാണ് ആലോചിക്കാമെന്നല്ല പറഞ്ഞത്. അന്ന് പറഞ്ഞത് SNDPക്ക് പെരുന്നയിലേക്ക് സ്വാഗതം അനിവാര്യമാണ്, കാലഘട്ടത്തിന്റെ അനിവാര്യമാണ്. ഐക്യത്തിനെതിരായ നീക്കങ്ങളെ പുച്ഛത്തോടെ തള്ളുന്നു. ഐക്യമെന്നത് ഉറപ്പാണ്. ഐക്യമെന്നത് വ്യക്തിപരമായ തീരുമാനമാണ്. അത് യോഗത്തിൽ അവതരിപ്പിച്ച് എടുക്കുക എന്നത് ഔദ്യോഗികമായ ഒരു ചുമതല മാത്രമാണ്. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞ വാചകം. അതിനകത്ത് യാതൊരു സംശയത്തിന്റെ ഇളവില്ലാതെ ഐക്യം തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ഒരു ഔദ്യോഗികമായി ആ യോഗത്തിലൊന്ന് അറിയിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഐക്യം തീരുമാനിച്ചു കഴിഞ്ഞില്ല. അന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഐക്യം ഉണ്ടാവുന്നത് സതീശനെ എതിർക്കാൻ വേണ്ടി അല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സംഘടന, ഞങ്ങളുടെ ബോഡി തീരുമാനിക്കും, ബോഡി കൂടുമ്പോൾ ബോഡി തീരുമാനിക്കുമെന്ന് അതിലും പറയുന്നുണ്ട്. ഇപ്പൊ താങ്കൾ വായിച്ചതിലും പറയുന്നുണ്ട്. ആ ബോഡിയാണ് എതിർത്തത്. ആ ബോഡിയാണ് ഇപ്പൊ കഴിവില്ലാത്ത താങ്കൾ ബോഡിയോട് ചോദിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് സുകുമാരൻ നായർ ഇങ്ങനെ പ്രഖ്യാപനം നടത്തിയെങ്കിൽ ആ ബോഡി അദ്ദേഹത്തെ തിരുത്തണ്ടേ? ബോഡിയോട് ചോദിക്കാതെ, ആ ബോർഡ് ഡയറക്ടർ ബോർഡ് യോഗത്തോട് ചോദിക്കാതെ ഇങ്ങനെ തീരുമാനമെടുത്ത ജനറൽ സെക്രട്ടറി ചെയ്തത് തെറ്റാണെന്ന് ഇന്ന് ആ ഡയറക്ടർ ബോർഡ് പ്രസ്താവനയിൽ പറയണ്ടേ? തീരുമാനമല്ല എടുത്തത്, പ്രസ്താവന നടത്തിയത് തെറ്റാണെന്ന് പറയണ്ടേ? ആവാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. ബോഡി അടുത്ത ബോഡി കൊടുത്ത് തീരുമാനിക്കാമെന്ന് പറയുന്നുണ്ട്. അതിൽ തീരുമാനിച്ചാൽ പറ്റില്ല. അതിൽ തീരുമാനിക്കാൻ പറ്റാത്തത് ചോദ്യം ചെയ്യാനുള്ള ആളുണ്ട്, അത് പറ്റില്ല. സംശയം, ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ആൾ
ആ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോർഡ് NSSനെ സംബന്ധിച്ച് ഡയറക്ടർ ബോർഡാണ്. 22 അംഗ ഡയറക്ടർ ബോർഡ്. ആ 22 അംഗ ഡയറക്ടർ ബോർഡിന്റെ തീരുമാനം എടുത്ത ശേഷം മാത്രമേ, ഇനി പ്രതിനിധി സഭയിലേക്ക് പോയില്ലെങ്കിലും അവിടെ തീരുമാനം എടുത്ത ശേഷം മാത്രമേ ഇത്തരം ഒരു നയപരമായ തീരുമാനം, അതും ചെറിയൊരു തീരുമാനമൊന്നുമല്ല, അഡ്മിനിസ്ട്രേറ്റീവ് തീരുമാനമൊന്നുമല്ല, ആ സംഘടനയുടെ ചരിത്രത്തെ സംബന്ധിച്ചും അതിന്റെ ഭാവിയെ സംബന്ധിച്ചും ഒക്കെ ബാധിക്കുന്ന നയപരമായ ഒരു തീരുമാനമാണ്. SNDPയുമായി യോജിക്കുക മുമ്പ് പലതവണ യോജിച്ച് പരാജയപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ആ തീരുമാനം എടുക്കുമ്പോൾ ഡയറക്ടർ ബോർഡോട് ചോദിക്കാതെ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രസ്താവന സുകുമാരൻ നായർ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഡയറക്ടർ ബോർഡ് ഇന്ന് വാർത്താക്കുറിപ്പ് ഇറക്കുമ്പോൾ ഡയറക്ടർ ബോർഡ് ആലോചനയില്ലാതെ നടത്തിയ ഈ സുകുമാരൻ നായരുടെ പ്രസ്താവന ശരിയായില്ല എന്ന് വരി വേണ്ടേ? അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തുമ്പോൾ അവിടെ സുകുമാരൻ നായരോട് തന്നെ പറയണ്ടേ, നിങ്ങൾ പറയണം ഡയറക്ടർ ബോർഡ് തീരുമാനമില്ല, ഞാൻ പറഞ്ഞത് തെറ്റായി പോയി എന്ന് പറയണം എന്ന് പറയണ്ടേ? അങ്ങനെ ആർജവമുള്ളവരാണെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അയാൾ തീരുമാനമല്ലല്ലോ സാറേ എടുത്തത്. ആവാം, അനിവാര്യമാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ചെയ്യാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ചെയ്യും എന്നല്ല പറഞ്ഞത്. ചെയ്യാം, അനിവാര്യമാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ചെയ്യാൻ സാധിച്ചില്ല. അതാണ് അതിന്റെ പോയിന്റ്. അതിനെ എടുത്തിട്ട് തിരിച്ചും മറിച്ചും ചെയ്ത് കഴിഞ്ഞാൽ ഒക്കില്ല. പിന്നെ ഒന്ന്, ഈ ഇന്നത്തെ പറയുന്നതായിട്ട് 10 ദിവസത്തിന്റെ കാര്യം പറയുന്നതായിട്ട്, അതിനാണെങ്കിൽ ഇന്നലെ ഒരാൾ പോയി സംസാരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ വെള്ളാപ്പള്ളി പോയിട്ടുണ്ട്. അതിനു മുമ്പ് വേറെ വിദ്വാൻ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇത് കിട്ടുന്നതിന് യാതൊരു പ്രയാസവും ഇവർ തമ്മിൽ സംസാരിച്ചതിനടുത്തില്ല. ഈ ഐക്യം ഉണ്ടായി കഴിയുകയാണെങ്കിൽ അടുത്തവിടെ ഇതേപോലെ തയ്യാറ് ഇദ്ദേഹത്തിനും കിട്ടുമെന്നറിയാം. അതല്ല, അത് വാങ്ങാനായിട്ട് അവിടുത്തെ സംഘടന ഡയറക്ടർ ബോർഡ് 22 മെമ്പേഴ്സുള്ള ഡയറക്ടർ ബോർഡ് സമ്മതിക്കില്ല. അതിനിടയ്ക്ക് അന്നത്തെ പ്രഖ്യാപനത്തിന് ശേഷം ഇവിടുന്ന് എന്തു വാങ്ങാൻ സമ്മതിക്കില്ലെന്ന് ഇതിലിങ്ങനെ സംഘടനയിൽ ചേർന്ന് ചെയ്തുകൊണ്ട് ഈ വാഗ്ദാനത്തിന്റെ പുറത്ത് ഈ സംഘടനയിൽ ചേരാൻ പറ്റില്ല എന്ന് ഉള്ള ഒരു അഭിപ്രായം ഇലക്ട്രൽ മെമ്പേഴ്സിന്റെ ഒരുപാട് ലെറ്റർ ഇദ്ദേഹത്തിന് പോയി കഴിഞ്ഞു. ഈ സുകുമാരനാർക്ക് പോയി കഴിഞ്ഞു. അങ്ങനെയല്ല, ചെയ്യാം എന്നാ പറഞ്ഞോളൂ. ചെയ്യുമെന്നല്ല പറഞ്ഞത്. ഞങ്ങൾ ഈ സംഘടന ചേരും എന്നല്ല പറഞ്ഞത്, ചേരാം, അനിവാര്യമാണ് എന്ന് വ്യാഖ്യാനിക്കാം. എന്തായാലും പറഞ്ഞ വാക്കുകളെല്ലാം ഇപ്പോഴും യൂട്യൂബിലെല്ലാം വളരെ കൃത്യമായിട്ടാണ്. ഞാൻ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ വെർബാറ്റം അതേ രീതിയിൽ വായിച്ചത്. താങ്കൾക്ക് അത് വീണ്ടും ആവർത്തിച്ച് കേൾക്കാം. അദ്ദേഹം ഉറപ്പിച്ചു തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണ്. പുള്ളി അവസാനം പറഞ്ഞ വാക്യം, ഐക്യമെന്നത് വ്യക്തിപരമായ തീരുമാനമാണ്, അത് യോഗത്തിൽ അവതരിപ്പിച്ചെടുക്കുക എന്നത് ഔദ്യോഗിക ചുമതലയാണ്. ഇങ്ങനെയാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? യോഗത്തിൽ അവതരിപ്പിച്ചെടുക്കേണ്ട, അതാണ് പോയിന്റ്. യോഗത്തിൽ അവതരിപ്പിച്ചെടുക്കുന്ന ഔദ്യോഗികമായ ചുമതല മാത്രമാണ്. അത് അനായാസം പുള്ളിക്ക് കഴിയുമെന്നുള്ള ആത്മവിശ്വാസം കൊണ്ടല്ലേ പുള്ളി പറഞ്ഞത്? അത് പുള്ളിയുടെ ആത്മവിശ്വാസം. അത് ഇവിടെ നടക്കൂല എന്ന് ചോദിക്കാൻ ആളുണ്ട് എന്നുള്ളതാണ് സാറിന് ഞാൻ ബോധ്യപ്പെടുത്തിയത്. ശരി, ഓക്കെ. എന്തായാലും അങ്ങനെയൊക്കെ ചോദിക്കാൻ ഏത് സംഘടനയിലായാലും ആളുണ്ടാവുന്നത് നല്ലതാണ്. പക്ഷെ ആ സംഘടനയെ കുറിച്ച് പുറത്തു വരുന്ന രീതിയിൽ ഉള്ള വാർത്തകളിലൊന്നും അങ്ങനെ ആളുള്ളതായിട്ടല്ല ഇതുവരെയും കേട്ടിട്ടുള്ളത്. മറ്റുള്ളവർക്ക് ഉള്ള പ്രാധാന്യമൊക്കെ കാണുമ്പോഴും അറിയാമല്ലോ. അധികാരം തലപ്പത്തിരിക്കണമെങ്കിലും ചോറിനും പോലെ സാറിന് അറിയാൻ മേലാഞ്ഞിട്ടാണ്. ഇപ്പൊ ഇലക്ട്രൽ മെമ്പേഴ്സും മറ്റൊരു എന്തുമാത്രം ലെറ്ററാണെന്ന് എതിരെ പോയി കഴിഞ്ഞാൽ അതൊന്നും നിങ്ങൾക്ക് അറിയാക്കൂല. അവിടെ ഒരു തീരുമാനം ഇല്ല. ഈ വെള്ളാപ്പള്ളിയിലെ ഞാൻ ചോദിക്കട്ടെ, ഈ വർഗീയത പറയാനായിട്ട് നായന്മാര് പോവോ? അല്ലെങ്കിൽ ജാതിയോടൊരു അവജ്ഞയുമില്ല. ഈ വെള്ളാപ്പള്ളിയുടെ ഈ വർഗീയത പറഞ്ഞ അദ്ദേഹം ഈ മുസ്ലിം മന്ത്രി രാജ്യത്ത് തിരിച്ചതല്ലേ? മുസ്ലിം വർഗീയത പറഞ്ഞ വെള്ളാപ്പള്ളിയുമായിട്ടല്ലേ സുകുമാരൻ നായർ കൈ കോർത്തത്? സുകുമാരൻ നായർക്ക് ആ സമയത്തൊന്നും ഈ ബുദ്ധി പോയില്ലേ? ഇതേ വർഗീയത മുസ്ലിമിനെതിരെ വെള്ളാപ്പള്ളി എന്താണ് ഈ സുകുമാരൻ നായർ വാർത്താ സമ്മേളനം നടത്തുന്ന തൊട്ട് മുമ്പത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്? നായാടി മുതൽ നസ്രാണി വരെ മുസ്ലിമിനെ മാത്രം ഒഴിച്ചു നിർത്തിയ ഒരു വലിയ സഖ്യം പറഞ്ഞപ്പോൾ ആ സഖ്യത്തിന് അനുകൂലമായിട്ടല്ലേ തൊട്ടടുത്ത ദിവസം സുകുമാരൻ നായരും പറഞ്ഞത് ഞങ്ങൾ SNDPക്ക് ഒപ്പം ഉണ്ടെന്ന്? അന്ന് തോന്നിയില്ലേ ഈ വർഗീയത വെള്ളാപ്പള്ളി പറയുന്നത്? അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് സാർ, കേൾക്കണം. ആദ്യം വെള്ളപ്പാടിയുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നായാടി മുതൽ നസ്രാണി വരെ, നമ്പൂതിരി വരെ പണ്ടായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത് നായാടി മുതൽ നസ്രാണി വരെ. നമ്പൂരിയെ നായരും കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായതുകൊണ്ടാണ് നസ്രാണിയെ ഈ രണ്ടുപേരെ ഒഴിവാക്കിയത്. ഇപ്പൊ ആരെന്ത് പറഞ്ഞാലും ഇങ്ങനെ ഒന്നും ഒരു ഐക്യം ഉണ്ടാവേണ്ട, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാറ്റി നിർത്തി ഒരു ഐക്യം ഉണ്ടാകുന്നത് എന്തായാലും പോസിറ്റീവായ സമൂഹത്തിനൊരു കാര്യമല്ല. അവർക്ക് ഉണ്ടാകുമായിരിക്കും. ഒരൈക്യം വേണ്ട. ഇപ്പൊ സാധാരണ പോലെ അങ്ങ് പോവുക, അവരവരെ ഇതായതൊക്കെ ഒരു സംഘടനയുടെ ഒരു കെട്ടുറപ്പെന്ന് ഒരാൾ തലപ്പത്ത് വേണമെന്നുള്ള ഈ കവിഞ്ഞ് സുകുമാരൻ നായർക്ക് ഇവിടെ യാതൊരു പ്രാധാന്യമില്ല. അദ്ദേഹം കൊണ്ടുവരുന്നത് അങ്ങോട്ട് പോവാം, ഇങ്ങോട്ട് പോവാം, മറ്റേ പോവാം, അവർക്ക് വോട്ട് ചെയ്യാം, ഇവർക്ക് വോട്ട് ചെയ്യാം, അതിനൊന്നും സംഘടന അനുവദിക്കില്ല. അതിനാണ് അദ്ദേഹം കേൾക്കില്ല. സംഘടനയ്ക്ക് അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ടല്ല. സംഘടനയ്ക്ക് സാധാരണക്കാരും കേൾക്കില്ല. അതാ പ്രശ്നം. അല്ല സാർ, അത് കേൾക്കില്ല. വേറെ സത്യം, 22 ഡയറക്ടർ ബോർഡ് ഇത് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് പറയണത് ഇദ്ദേഹം സമദൂരം എന്ന്. ഇത് ഏത് ദൂരം പോയാലെന്ത്, ഇദ്ദേഹത്തിന് വേറെ ഒന്നും പറയാൻ അനുവദിപ്പിക്കില്ല. അതാണ് ഇവിടുത്തെ എന്റെ പറയാൻ ആളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. ബാലനാണ് പാലക്കാട്. ശ്രീ ബാലൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഐക്യം പൊളിയാനുള്ള കാരണം എന്താവും? നമസ്കാരം. നമസ്കാരമുണ്ട്.
എനിക്ക് ഈ ഐക്യം എന്ന് പറഞ്ഞാൽ ഐക്യം പൊളിയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഈ ഐക്യത്തിൽ അത്ര നിഷ്കളങ്കമായ ഒരു ഐക്യം തോന്നിക്കാണില്ലായിരിക്കും ചിലപ്പോൾ പിന്നെ സുകുമാരനാർക്ക് തോന്നിക്കാണും. അത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ വെള്ളാപ്പള്ളി ഒരു ബിസിനസ്സുകാരനാണ്. മാത്രമല്ല കുറച്ചു കാലമായിട്ട് ഒരു LDFന്റെ ഒരു ഘടകകക്ഷി പോലെ നിൽക്കുന്ന ഒരു അവസരം ഉണ്ട് ഇപ്പോ. പിന്നെ മകൻ അതിലേക്ക് ഇടപെടുത്തു. മകൻ എന്ന് പറഞ്ഞാൽ പിന്നെ BJP ഒരു ഘടകകക്ഷിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു പക്ഷേ LDFൽ കൂട്ടിക്കൊണ്ടുവരാനോ അല്ലെങ്കിൽ പിന്നെ BJPയിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണെന്ന് പുള്ളിക്ക് തോന്നിക്കാണും. അതായിരിക്കും. ഇതൊക്കെ 9 ദിവസം കൊണ്ടുണ്ടായതല്ലോ ബാലൻ. അല്ല അതാ ഞാൻ അതിനു മുമ്പും ഈ വെള്ളാപ്പള്ളിയുടെ നിലപാടൊക്കെ എത്രയോ കാലമായി പരസ്യമായി 2 വള്ളത്തിൽ കാലി ഔട്ടിയുള്ള നിപ്പൊക്കെ കേരളത്തിലെ ജനത്തിലെല്ലാം അറിയാവുന്നതാണ്. അതൊന്നും അറിയാൻ വയ്യാൻ കഴിയാത്ത ഒരാളൊന്നും അല്ലല്ലോ സുകുമാരൻ. ഞാൻ പറഞ്ഞോട്ടെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ കോൺഗ്രസിന്റെ വോട്ട് എന്ന് പറഞ്ഞ കുറച്ച് നായന്മാരെ വോട്ടുണ്ട്. ജാതി പറയുന്ന ഒന്നുണ്ടാ, NSSന്റെ വോട്ടല്ല, കുറച്ച് നായന്മാരെ വോട്ടുണ്ട്. ഈ ഐക്യം ഉണ്ടായ അമ്മ എന്നെ ഇവിടെ കൊടുക്കുന്ന സുരേഷൊക്കെ 2 തവണയൊക്കെ പെരുന്നേല് പോയി മടങ്ങി വന്ന് പത്രക്കാരെ കൊണ്ട് ഓടി വണ്ടി എന്നൊക്കെ പറഞ്ഞു. കോൺഗ്രസിലെ അടൂർ പ്രകാശോ കൊടുക്കുന്ന സുരേഷോ സജീവമായിട്ട് ഇടപെട്ടുണ്ടാവും. അത് നിശ്ചയിച്ചു കഴിഞ്ഞാലും അല്ലാതെ വരില്ല. അവരുടെ ചെറുതായിട്ട് ഉണ്ട്. എത്ര ആത്മവിശ്വാസം നിങ്ങൾ ചെറിയൊരു വോട്ട് ബാങ്കിന് ചെയ്യണം വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ഇനിയിപ്പോ വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു നായരോ നമ്പൂരോ പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്പീശ്വരം തന്നെ, ഞാനൊരു ഏവനാണ്. പക്ഷെ ഞാൻ ഒരു SNDP-കാരനല്ല. കാരണം ഞാൻ SNDP-കാരനായിരുന്നു. ഈ ഗുരുവിന്റെ പേര് പറഞ്ഞ് കാശുണ്ടാക്കാൻ തോന്നിയതിന് ശേഷം ഞാൻ ഇടപെടൽ മാറ്റിയതാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ചേർന്ന് പ്രഖ്യാപിച്ച SNDP NSS ഐക്യം 9ാം ദിവസം വേണ്ട എന്ന് തീരുമാനിക്കുന്നു. അതിന് G. സുകുമാരൻ നായരും NSSും പറഞ്ഞ കാരണങ്ങൾ രാഷ്ട്രീയമാണ് എങ്കിലും അതിനപ്പുറത്തേക്ക് മറ്റ് കാരണങ്ങളുണ്ടോ എന്നുള്ളതാണ്. ഇതിനിടയിലുണ്ടായ ഏക മാറ്റം വെള്ളാപ്പള്ളിക്ക് ഇന്നലെ പത്മഭൂഷൺ പ്രഖ്യാപിച്ചുവെന്നാണ്. ശ്രീ മോഹനൻ പിള്ളയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ മോഹൻ പിള്ള, ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിക്കുക, ഞാൻ വളരെ വേഗത്തിൽ 1-2 കമൻറ്റുകൾ കൂടി വായിക്കാം. ഷിജു കിരേത്ത് പറയുന്നു, സ്വാമി അയ്യപ്പൻ is the one who broke the plan as വെള്ളാപ്പള്ളി approached them with a സംഘപരിവാർ ഇൻറ്റൻഷൻ എന്നാണ് പറയുന്നത്. താങ്ക്സ് സുഗു മാമൻ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തൈക്യം, എല്ലാം ഒരു നാടകം എന്നാണ് ശ്രീദേവി പറയുന്നത്. ഷിജു കിരിയത്ത് പറയുന്നു, ദിസ് ഈസ് ഗുഡ് ടു മെയിൻറ്റെയിൻ സോഷ്യൽ ആൻഡ് കമ്മ്യൂണൽ ഹാർമണി ഇൻ കേരള, താങ്ക്സ് ലോഡ് അയ്യപ്പ എന്ന് പറയുന്നു. ശ്രീദേവി പറയുന്നു, ഇതിനെ രണ്ടിനെയും സ്വന്തം ആളുകൾക്ക് പോലും വേണ്ട എന്ന് പറയുന്നു. ഗ്ലാഡിയേറ്റർ പറയുന്നു, ബോർഡ് യോഗത്തിൽ കോൺഗ്രസ്സുകാരായ മെമ്പർമാരുടെ എതിർപ്പ്, അതാണ് സംഭവിച്ചത് എന്ന് പറയുന്നു. 9 മാസവും 9 ദിവസവും വേണം, അതെന്തോ അത് വേറെയൊക്കെ രീതിയിലൊക്കെ എഴുതിയിരിക്കുകയാണ്. നായർ സമൂഹത്തിൻ്റെ വലിയൊരു വിഭാഗം BJPക്കാണ് വോട്ട് ചെയ്യുന്നത്. സുകുമാരൻ നായർ ഇവിടെ പ്രത്യേക പ്രസക്തിയൊന്നുമില്ല എന്നാണ് ക്രിസ് സംഘി പറയുന്നത്. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പടക്കമുണ്ടാക്കുന്നത് വളമംഗലം എന്ന സ്ഥലത്താണ്. അവിടെ ഉണ്ടായിരുന്ന പടക്കം മുഴുവൻ ഈ വാർത്ത അറിഞ്ഞ ഉടനെ വാങ്ങി പൊട്ടിച്ച് ഇപ്പോൾ കിട്ടാനില്ലാതെ എത്ര സന്തോഷമുണ്ടെന്നാണ് ശശിധരൻ പിള്ള പറയുന്നത്. എന്തായാലും അങ്ങനത്തെ ഉള്ള കമൻറ്റുകൾ പരസ്പരമുള്ള ചില ആളുകളൊക്കെ മോശമായ രീതിയിൽ ഇതിനകത്ത് കമൻ്റ് എഴുതുന്ന ദയവ് ചെയ്ത് ഒഴിവാക്കണം. നിങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ അതെത്ര രൂക്ഷമായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം, അതിൽ യാതൊരു തടസ്സവുമില്ല. പക്ഷേ മാന്യതയുടെ ഭാഷ ഉപയോഗിക്കണം. വ്യക്തിപരമായ ആളുകളെ തെറി വിളിക്കുന്ന രീതിയിലും വ്യക്തിപരമായി ആളുകളെ ആക്ഷേപിക്കുന്ന രീതിയിലും പറയുന്നത് ശരിയല്ല. അവരുടെ നിലപാടുകളെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിമർശിക്കാം, അത് കുഴപ്പം ഇല്ല. ഈ SNDP NSS പോലെയുള്ള സംഘടനകളൊന്നും കേരളത്തിന് ആവശ്യമില്ല. ജനാധിപത്യ മതേതര രാജ്യത്ത് ജനസംഘടിക്കേണ്ടത് സാമുദായികമായല്ല രാഷ്ട്രീയമായാണെന്നാണ് അജിത് കുമാർ മാറോളി പറയുന്നത്. നന്ദകുമാർ P പറയുന്നു, കേരളത്തിലെ ജനങ്ങൾ ശരിദൂരം നോക്കി വോട്ട് ചെയ്യും. സമുദായ ആചാര്യന്മാർ ആഗ്രഹിക്കുന്ന പോലെ ഇനിയും ജനം വോട്ട് ചെയ്യില്ല. പ്രബുദ്ധ കേരളവും മാറി ചിന്തിച്ചു തുടങ്ങി. മാധ്യമങ്ങൾക്ക് എന്തിനിത്ര ആശങ്ക? മാധ്യമങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല. ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ തുറന്നു കാട്ടുന്നു. ആളുകൾ അങ്ങനെയൊക്കെ തുറന്നു കാട്ടുന്നത് കൊണ്ടാണ് ആളുകൾ ഇവരെയൊക്കെ കൂടുതൽ തിരിച്ചറിയുന്നത്. രവീന്ദ്രൻ കാഞ്ഞിരപ്പള്ളി തനിക്കുണം കാട്ടി എന്ന് ഷാജി ഭാസ്കരൻ പറയുന്നു. ശരിയാണ്, അദ്ദേഹം പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളായിരുന്നു. പിന്നീട് അദ്ദേഹം കുറച്ച് കാലമായി വളരെ മാന്യമായി തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇടയ്ക്ക് അദ്ദേഹത്തിന് വീണ്ടും എനിക്ക് തോന്നുന്നു കൺട്രോൾ പോയി ആയി എന്ന് തോന്നുന്നത് ശരിയല്ല എന്ന് അദ്ദേഹത്തോട് പണ്ടും ഞാൻ പറഞ്ഞിരുന്നതാണ്. വെള്ളാപ്പള്ളിയോട് ഒരു തരത്തിലും നായർക്ക് യോജിച്ചു പോകാൻ പറ്റില്ല. സുകുമാരൻ നായർ ആദ്യം പോയി, അപ്പോഴും 90% നായന്മാരും വെള്ളാപ്പള്ളിക്കൊപ്പം പോകില്ല. വെള്ളാപ്പള്ളിയും മകനും പിണറായിക്ക് വോട്ട് പിടിക്കാൻ എന്നൊക്കെയാണ് രാധാമണി VS പറയുന്നത്. സ്വന്തം സ്ഥാനം പോകുമെന്ന് മനസ്സിലായ സുകുമാരൻ നായർ ബോർഡ് മെമ്പർമാരുടെ തീരുമാനത്തിന് മുന്നിൽ മുട്ടുകുത്തിയെന്നാണ് ഗ്ലാഡിയേറ്റർ അഭിപ്രായപ്പെടുന്നത്.
എന്തായാലും പിന്നെയും കുറേയേറെ അഭിപ്രായങ്ങൾ കൂടിയുണ്ട്. SNDPക്ക് കേന്ദ്ര സർക്കാർ കൊടുത്ത അംഗീകാരമാണ് പത്മ പുരസ്കാരം എന്ന് പറയുന്നു. മുസ്ലിമിനെ തെറി പറഞ്ഞതുകൊണ്ട് കിട്ടിയ പുരസ്കാരമാണ്, അല്ലെങ്കിൽ മറ്റെന്തിനു വ്യക്തമാക്കണമെന്ന് ശശിധരൻ പിള്ള പറയുന്നു. കമൻറ്റ് വായിക്കാത്ത കിരണിന് നല്ല നമസ്കാരം എന്നും നമസ്കാരം ഇല്ല എന്നും പറയുന്നു. എന്തായാലും ആ കമൻറ്റോട് കൂടി ബാക്കിയുള്ള കമൻറ്റുകൾ പിന്നീട് വായിക്കാം. ശ്രീ മോഹൻപിള്ളയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ശ്രീ മോഹൻപിള്ള, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ SNDP NSS ഐക്യം അത് ഇന്നിപ്പോൾ NSS അവസാനിപ്പിച്ചതിന് കാരണം എന്താവും? അതിന് തീർച്ചയായും 2-3 കാരണങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്നാമത്, ഒരു കാരണവശാലും SNDP NSS ഐക്യം എന്ന് ചാപിള്ളയായി എന്നുള്ളത് വളരെ സത്യമാണ്. പക്ഷേ അതിനുള്ള മൂല കാരണം എന്ന് പറയുന്നത് വർഗീയ വിഷം തുപ്പുന്ന വെള്ളാപ്പള്ളി നടേശന് പത്മ അവാർഡ് കൊടുത്തത് മെയിൻ കാരണമാണ്. NSSന്റെ സമുദായ ആചാര്യനും പത്മ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആ പത്മ അവാർഡ് ഇത്രയും ക്രിമിനൽ കേസുകൾ ഉള്ളവർക്കോ അല്ലെങ്കിൽ വർഗീയമായിട്ട് ചിന്തിക്കുന്നവർക്കോ കൊടുക്കേണ്ടതാണോ എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്, ഈ 2 ദിവസം മുമ്പ് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ BJPയും അല്ലെങ്കിൽ ഇടതുപക്ഷവും അല്ലെങ്കിൽ വലതുപക്ഷവും രാഷ്ട്രീയക്കാരാണ് ഇവരെ ആളാക്കുന്നത്. ആ ദൂരത്തിൽ നിന്നുകൊണ്ട് ജന്മന തന്നെ സുകുമാരൻ നായർ ഒരു UDF ആളാണ്. ഒരു കാരണവശാലും അദ്ദേഹം വായ്ത്താളം അടിക്കുമെങ്കിലും ഇടതിനോടൊപ്പവും പോവില്ല, BJPയിലും പോകത്തില്ല. അത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ആ ഒരു രീതി വന്നപ്പോൾ തീർച്ചയായിട്ടും ഒരു പത്മ അവാർഡും കൂടെ കിട്ടി. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എസ്പെഷ്യലി ചങ്ങനാശ്ശേരി അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു സമുദായം അല്ലെങ്കിൽ ഒരു സമൂഹം നിലനിൽക്കില്ല. അതായത് നായർ മുതൽ നമ്പൂതിരി വരെ എന്ന് പറഞ്ഞ നായാടി നമ്പൂതിരി വരെ പറഞ്ഞിപ്പോ നസ്രാണിയാക്കി ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയെ ഒഴിവാക്കുന്നതിന് അതിനും സപ്പോർട്ട് പറയാനുള്ള കേരളത്തിലെ ആൾക്കാരെയാണ് നമ്മൾ വിലമതിക്കുന്നത്. സംശയം ചോദിച്ചോട്ടെ, ഈ വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കിട്ടി എന്നുള്ളത് പറഞ്ഞു. അത് വർഗീയവാദിയായ വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കിട്ടുമെന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളിയുടെ വർഗീയവാദമൊക്കെ ഈ 9 ദിവസത്തിനിടയിൽ ഉണ്ടായതല്ലല്ലോ. വെള്ളാപ്പള്ളി അതിനു മുമ്പും വെള്ളാപ്പള്ളിയുടെ നിലപാട് ഇങ്ങനെയാണ്. വെള്ളാപ്പള്ളി പലതരത്തിലും വർഗീയ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിനെതിരെയൊക്കെ പലതരത്തിലും പരാമർശങ്ങൾ പലപ്പോഴും ആവർത്തിച്ച് നടത്തിയിട്ടുള്ള ആളാണ്. അതൊന്നും അറിയാത്ത ഒരാളല്ലല്ലോ സുകുമാരൻ നായർ. സുകുമാരൻ നായർ അറിയാത്ത ആളല്ല. പിന്നെ വർഗീയവാദികൾക്ക് പത്മ കിട്ടിയിട്ടുണ്ട്. ഇതിനേക്കാളും മോശപ്പെട്ട ആളുകൾക്കൊക്കെ ഒരുപാട് പേർക്ക് പത്മ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ പത്മ അവാർഡ് കിട്ടിയവരെല്ലാവരും മഹാന്മാരാണെന്ന്, അവരെല്ലാം മതേതരവാദികളാണ് എന്നുള്ള വിശ്വാസമൊന്നും കേരളത്തിൽ പത്മ ഇപ്പോഴല്ല, പണ്ടത്തെ പട്ടിക പരിശോധിച്ചാലില്ല. ഈ പണ്ടും കിട്ടിയിട്ടുള്ള ആളുകൾക്കൊക്കെ പലരും വളരെ മോശപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾക്കൊക്കെ പണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊന്നും നമ്മൾ അതല്ലല്ലോ ഇപ്പൊ ഉണ്ടായ കാരണം എന്താ? ഇപ്പൊ ഉണ്ടായ കാരണം എന്ന് പറഞ്ഞാല് ഒരു കാര്യം ഒന്ന് വെള്ളാപ്പള്ളിക്ക് പത്മ കിട്ടി, അത് ഇഷ്ടപ്പെട്ടില്ല, അതിനപ്പുറത്തേക്ക് സുകുമാരൻ നായർക്ക് പത്മ കഫേ, ഇതാണ് മെയിൻ. ഈ 2 കാര്യമേ ഉള്ളൂ. പിന്നെ ഉള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ സുകുമാരൻ നായർക്ക് എടുത്തു ചാടി അദ്ദേഹത്തിന്റെ അപ്രമാദിത്യം ഇല്ലാതായി എന്ന് നമ്മൾ കാണണം. കാര്യം അദ്ദേഹം പറഞ്ഞാൽ ഞാനാണ് എല്ലാം, NSS എന്നുള്ളത് പൊളിച്ചടുക്കി. അതായത് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളവർ പറഞ്ഞതുപോലെ തന്നെ ഡയറക്ടർ ബോർഡിലുള്ള എല്ലാ നായന്മാരെയും ഇങ്ങനെ വിചാരിച്ചത് എല്ലാ നായന്മാരുടെയും വാക്കാണ് ഞാൻ അവസാന വാക്കെന്നുള്ളത് അങ്ങ് തെറ്റിപ്പോയി. അതുകൊണ്ടാണ് മലക്കം മറിഞ്ഞത്, വേറെ ഒന്നുമല്ല. ഇപ്പോ സുകുമാരൻ നായർ സൈഡ് മാറി നിൽക്കുന്നതിന്റെ കാരണം നിങ്ങൾ ചാനലുകാർക്കൊക്കെ അറിയാമല്ലോ. സ്വന്തം കുടുംബത്തിന് കേസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും 49 പേരാണ് ഒറ്റ കുടുംബത്തിൽ നിന്ന് ഈ 2 ദിവസം മുമ്പ് വീണ്ടും കൊടുത്തു മരുമോക്ക് NSSന്റെ ഡയറക്ടർ ബോർഡിൽ. നിങ്ങൾക്കറിയാമോ 49 പേരാണ് ആ കുടുംബത്തിൽ നിന്ന് NSSനെ ഭരിക്കുന്നത്. മലബാർ പോലുള്ള ദരിദ്ര നാരായണന്മാർ മലബാർ സൈഡിൽ നിന്നുള്ളവർക്കൊന്നും ഒന്നും ഇല്ലെന്നേ. അപ്പൊ അതിന് പ്രതികരിക്കണം. അവിടെ ഒരു 300 പേരുണ്ട് ഒന്നിനും കൊള്ളാത്തവരെ. എന്തായാലും ഡയറക്ടർ ബോർഡിനെ ഞാൻ അംഗീകരിക്കുന്നു. കാരണം അവരെന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞു കാണും, സുഖു ഇനി കളിക്കരുതേ എന്ന് പറഞ്ഞു കാണണം. തീർച്ചയായിട്ടും ആ ഒരു കാരണം കൊണ്ടാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംഭവം വന്നത്. ഈ രീതിയിൽ ഒരു കാരണവശാലും ഇതിനു മുമ്പുള്ള സംഭാഷണം ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെള്ളാപ്പള്ളിയും ഇവർ തമ്മിൽ തെറ്റുന്ന സംഭാഷണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തെറ്റുന്നത് നേരത്തെ ഐക്യത്തിന് ഒരു കാരണവശാൽ ഒരിക്കലും നടക്കില്ല. സുകുമാരൻ നായർ ആ NSS ഹെഡ്ക്വാർട്ടറിൽ ഇരിക്കുന്നിടത്തോളം കാലം, വെള്ളാപ്പള്ളി SNDP ഹെഡായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം ഇവർ തമ്മിലുള്ള ഒരു ഐക്യം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ശരി, നമ്മുടെ സമയം അവസാനിക്കുകയാണ്. അതുകൊണ്ടാണ് എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഉണ്ടായത്. ഈ ഐക്യം തന്നെ ഒരു അനാവശ്യമായ ഐക്യമായിരുന്നു, ഇവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഉണ്ടായ ഐക്യമായിരുന്നു എന്ന് പറഞ്ഞു.
അതല്ല കോൺഗ്രസ്സുകാർ ഇടപെട്ട് അത് പൊളിച്ചതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ മറ്റു പാർട്ടിക്കാരുടെ ഇടപെടൽ കൊണ്ടാണ് ഇത് പൊളിഞ്ഞത് എന്ന് പറയുന്നു. അതല്ല പത്മ അവാർഡ്, പത്മഭൂഷൺ ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് കിട്ടു. അത് മന്ത്രിത്വത്തിനാണ് കിട്ടിയ അതേ പുരസ്കാരം വെള്ളാപ്പള്ളിക്ക് കൊടുക്കുന്നു. ആ സമയത്ത് NSSനെ പരിഗണിക്കുന്നില്ല, അതാണ് കാരണം എന്ന് പറയുന്നു. അങ്ങനെ പല പല കാരണങ്ങൾ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ചർച്ച സമ്പന്നമായ ചർച്ചയായിരുന്നു. ഇടയ്ക്ക് 1-2 പേർ മാത്രമാണ് മോശപ്പെട്ട തരത്തിൽ സംസാരിച്ചത്. പ്രത്യേകിച്ച് സാമുദായിക വിഷയങ്ങളായാലും രാഷ്ട്രീയ വിഷയങ്ങളായാലും ഒക്കെ പറയുമ്പോൾ കുറേ കൂടി നമ്മൾ അഭിപ്രായം പറയാം, എന്ത് അഭിപ്രായം, പക്ഷേ അത് മാന്യമായ ഭാഷയിൽ മാന്യമായ രീതിയിൽ പറയാൻ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.